സഭാപ്രസംഗകൻ 5. അത് സഭാപ്രസംഗകൻ ഇംഗ്ലീഷ് എന്നാ? എക്ലേസിയാസ്റ്റിക്കസ് ആന്ന് തോന്നുന്നു. സഭാപ്രസംഗകൻ 5, എക്ലേസിയാസ്റ്റിക്കസ് ചാപ്റ്റർ 5. അപ്പം അതിനകത്ത് ഏതാ? അതെ, എത്രാമത്തെ വാക്യമാണ്? 1. വായിച്ചോ. കിട്ടിയോ? അത് അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്നുള്ള കിട്ടിയോ? എനിക്ക് കിട്ടിയില്ല. വായിക്കേ. സൂക്ഷ്മത. മലയാളം കൂടെ പഠിപ്പിക്കാൻ ഒക്കത്തില്ല. വായിച്ചോ. സഭാപ്രസംഗകൻ 5:1 വായിച്ചേ. ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് എടുത്തേ പ്ലീസ്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ബൈബിൾ ഉള്ളവരെല്ലാം ഒന്ന് എടുത്തേ. ബൈബിൾ ഉണ്ടോ? യെസ്. എന്നിട്ട് ഇത് കിട്ടിയോ? ഈ കിട്ടിയില്ലെങ്കിൽ എളുപ്പം ഞാൻ പറഞ്ഞുതരാം. ബൈബിൾ നേരെ പകുതി വെച്ച് തുറന്നാൽ സങ്കീർത്തനം കിട്ടും, സാംസ് നേരെ പകുതി. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് ഇങ്ങനെ അടുത്ത പുസ്തകമാണ് സുഭാഷിതം. പിന്നെ അത് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. ഏതാ? ഇത് കൂടുതലൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ഇത്രയും തന്നെ പറഞ്ഞു തരത്തില്ല. പിന്നെ കിട്ടിയോ? വായിച്ചേ പ്ലീസ്. വെരി ഗുഡ്. വായിക്കേ. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ നല്ലത്. മനസ്സിലായോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ബൈബിള് പറയുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ നല്ലത്. നമ്മൾ പള്ളി വരുന്നത് 2 കാര്യങ്ങൾക്കാണ്. പള്ളി വരുന്നത് 2 കാര്യങ്ങൾക്കാണ്. എന്തിനാണ് 2 കാര്യങ്ങൾ? തല്ലുണ്ടാക്കാൻ, പിന്നെ ആളാവാൻ. പള്ളി വരുന്നത് 2 കാര്യങ്ങൾക്കാണ്. പറയൂ. ഇഷ്ടം പോലെ ബൈബിൾ ഇവിടെ വാങ്ങാനുണ്ട്. മലയാളമുണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. അതുകൊണ്ട് ഇല്ലാതെ വന്നവർ, അധികം പൈസയൊന്നുമില്ല, വാങ്ങിക്കണം കേട്ടോ. മനസ്സിലായോ? ഇതിപ്പോൾ വായിച്ചില്ലെങ്കിലും, ഞാൻ പറഞ്ഞ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് വായിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഈ ശവപ്പെട്ടിയിൽ ഇവിടെ ഒരു ബൈബിൾ വെക്കാൻ സാധാരണ. അല്ല, ഞാൻ പറയാം, വായിച്ചില്ലേലും അങ്ങനെയെങ്കിലും വെക്കാം. ഒരെണ്ണം വാങ്ങിച്ച് വെച്ചേക്കണം വീട്ടിൽ കേട്ടോ. ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഇവിടെ വെക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ബൈബിള് വാങ്ങണം, വായിക്കണം, കൊണ്ടുവരണം. 2 കാര്യങ്ങൾക്കാണ് പള്ളി വരുന്നത്. പറയൂ. ആരാധിക്കാൻ, ബലിയർപ്പിക്കാൻ, പിന്നെ ദൈവസ്വരം കേൾക്കാൻ. ഈ 2 കാര്യങ്ങൾക്കാണ് പള്ളി വരുന്നത്. 1 ആരാധിക്കാൻ, 2 ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കണം, ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ്. അപ്പോൾ ആരെ കേൾക്കാനാ? അത് ദൈവത്തെ കേൾക്കാൻ. ദൈവത്തെ കേൾക്കാൻ ആഗ്രഹിച്ച് ഇരിക്കുന്നവൻ ദൈവത്തെ കേൾക്കും. ദൈവത്തെ കേൾക്കാൻ ആഗ്രഹമില്ലാത്തവൻ ജന്മത്ത് ദൈവത്തെ കേൾക്കത്തില്ല. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത് ചെല്ലണം. വാഗ്ദാന പേടകത്തിൻ്റെ അടുത്ത് കിടക്കുമ്പോഴാണ് സാമുവേൽ ദൈവസ്വരം കേട്ടത്. സാമുവേൽ സാമുവേൽ എന്ന് വിളിക്കുന്നത് കേട്ടത് വാഗ്ദാന പേടകത്തിൻ്റെ അടുത്ത്. എന്നാൽ അവിടുന്ന് കുറേ മാറി അപ്പുറത്ത് കിടന്ന ഏലി അത് കേട്ടില്ല. കണ്ടോ? അപ്പം അതുകൊണ്ട് എപ്പോൾ ദേവാലയത്തിൽ പോയാലും പരമാവധി ഫ്രണ്ട് സീറ്റുകൾ ഓക്യുപ്പൈ ചെയ്യണം. എന്നിട്ട് കർത്താവെ സംസാരിക്കണമേ എന്ന് പറഞ്ഞ് കാത്തിരിക്കണം. അപ്പോൾ ദൈവം സംസാരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഉത്തരം ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. മനസ്സിലായി? എല്ലാം, അതായത് ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിൻ്റെ സൊല്യൂഷൻ ദൈവത്തിൻ്റെ സ്വരം കേട്ടാൽ അതിനകത്തുണ്ട്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഈ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ദൈവം നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല ദൈവം സൊല്യൂഷൻ അന്വേഷിക്കുന്നത്. നമുക്കൊരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദൈവം ഇങ്ങനെ ഇരുന്ന്
നാം കടിച്ചുകൊണ്ട് ആലോചിക്കുകയാണ് എന്നാ ചെയ്യും, ഇതിപ്പോൾ ഇതിൽ നിന്ന് ഇവനെ ഒന്ന് പുറത്ത് കൊണ്ടുവരാൻ എന്താണ് ഒരു വഴിയെന്ന് ദൈവം ആലോചിച്ച് അന്നേരം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയല്ല, മറിച്ച് ഒരു പ്രോബ്ലത്തിനകത്തേക്ക് നമ്മളെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് അതിൻ്റെ പരിഹാരം തയ്യാറാക്കി വെച്ചിട്ടാണ് ദൈവം നമ്മളെ ഒരു ക്രൈസിസിനകത്തേക്ക് വിടുന്നത് പോലും. പറഞ്ഞേ ഹല്ലേലൂയ. ചെങ്കടലിന് നേരെ ഇസ്രായേൽ ജനത്തെ നയിച്ചിട്ട്, അപ്പോൾ ചെങ്കടലിന് നേരെ അവരിങ്ങനെ കടന്നുപോയി. അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മോശയുടെ മനസ്സിൽ ഉത്തരവില്ല, എങ്ങനെ ഈ കടൽ കടക്കും. ഇസ്രായേൽക്കാരുടെ മനസ്സിൽ ഉത്തരവില്ല, എങ്ങനെ ഈ കടൽ കടക്കും. പക്ഷേ ദൈവം ചെങ്കടലിന് നേരെ പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ കടല് മുറിച്ച് അക്കരെ എത്തിക്കാൻ ഒരു പദ്ധതി ദൈവം മനസ്സിൽ കണ്ടിട്ടാണ് ഈ ജനത്തെ ഈ കടലിന് നേരെ വിടുന്നത്. അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കണം, നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം ദൈവത്തിൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആരുടെയും മനസ്സിൽ അതിൻ്റെ സൊല്യൂഷനില്ല. ദൈവത്തിൻ്റെ മനസ്സിൽ അതിൻ്റെ സൊല്യൂഷനുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ മാസം ഓസ്ട്രേലിയയിൽ മെൽബണിൽ ഒരു ധ്യാനം നടത്തുമ്പോൾ അവിടെ ഈ ഒരു ധ്യാനം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഒരു സഹോദരി എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ഒരു ടെസ്റ്റിമണി പറഞ്ഞു. ആ ടെസ്റ്റിമണി ഇങ്ങനെയാണ്: അച്ഛാ, ഞാൻ ഈ അച്ഛൻ ധ്യാനം നടത്താൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ 4 സീറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങൾ വീട്ടിൽ 4 പേർക്ക് വേണ്ടി 4 സീറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ ബാക്കി 3 പേരോട് ഞാൻ പറഞ്ഞില്ല, ധ്യാനമുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞില്ല. കാരണം പറഞ്ഞാൽ അവരാരും വരില്ല. പക്ഷെ ഞാൻ ബുക്ക് ചെയ്തു. എനിക്കറിയാമായിരുന്നു അവർ ഈ ധ്യാനത്തിന് വരുമെന്ന്. അതിൻ്റെ കാരണം, ഒരിക്കൽ ദൈവം എനിക്കൊരു ദൈവസ്വരം തന്നു. അതിങ്ങനെയാണ്: 1000 കുർബാന നിൻ്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കും വേണ്ടി കാഴ്ചവെച്ചിട്ട് അവരെ ഒരു ധ്യാനത്തിന് വിളിക്കുക, അവർ വരും. അപ്പോൾ എന്ത് ചെയ്തു? ഈ സഹോദരി 1000, മോണിറ്റർ ഒന്ന് കൂട്ടി തരണേ, 1000 കുർബാന ഈ സഹോദരി ഇങ്ങനെ ഈ ഭർത്താവിനും മക്കൾക്കും വേണ്ടി കാഴ്ചവെച്ചു. എന്നിട്ട് ധ്യാനത്തിൻ്റെ സമയമായപ്പോൾ പറഞ്ഞു, ഈ ധ്യാനത്തിന് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി ടെസ്റ്റിമണി പറഞ്ഞു കഴിഞ്ഞിട്ട് ഭർത്താവ് അടുത്തിരിപ്പുണ്ടേ. അദ്ദേഹം പറയുകയാണ്, കല്യാണം കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ധ്യാനം കൂടിയതാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് 10, 30, 40 വർഷം കഴിഞ്ഞു. പിന്നെ ഇതാദ്യമായിട്ടാണ് ഞാനൊരു ധ്യാനത്തിന് വരുന്നത്. ഞാൻ എൻ്റെ ജന്മത്തിൽ ഇങ്ങനെ ഒരു ധ്യാനത്തിനൊന്നും പോകുന്ന ആളല്ല. പക്ഷേ ഈ ദിവസങ്ങൾ അടുത്ത് വന്നപ്പോൾ എനിക്കെന്തോ വരണമെന്ന് തോന്നുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അതായത് ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ദൈവാനുഭവത്തിന് വേണ്ടി ഒരു സഹോദരി എന്ത് ചെയ്യണമെന്ന് ഒരു ദൈവസ്വരമാണ് അവർക്ക് കാണിച്ചു. ദൈവസ്വരം. അല്ലാതെ തലകുത്തി മുറിഞ്ഞ് വഴക്കുണ്ടാക്കിയാൽ കെട്ടിയവൻ വരില്ല, മക്കൾ വരില്ല. നമ്മുടെ ഈ ജഡത്തിലുണ്ടാക്കുന്ന ഒരു സൊല്യൂഷൻ കൊണ്ടും നമ്മുടെ ലൈഫിലെ ഒരു പ്രശ്നവും മാറില്ല. അതിനൊരു ദൈവസ്വരമുണ്ട്, അതിനൊരു ഉത്തരവുണ്ട്, കർത്താവിനൊരു വഴിയുണ്ട് അതിന്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആ കർത്താവിൻ്റെ വഴി മനസ്സിലാക്കണമെങ്കിൽ കർത്താവിൻ്റെ സ്വരം കേൾക്കണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് യെശയ്യ 50 അധ്യായത്തിൽ, ഒന്നെടുത്തു. അതായത് ഈ ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി, പിതാവിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി ഈശോ ഇരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യ പ്രവചനം 50 അധ്യായം, യെശയ്യ പ്രവചനം 50 അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. ഐസയ ചാപ്റ്റർ 50 വേഴ്സ് 4 വായിച്ചേ. യെശയ്യ പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. മതി, ബാക്കി വായിക്കണം. ഒരു സെക്കൻഡ് ഒന്ന് ശ്രദ്ധിച്ചിട്ട്. പരിക്ഷീണന്, പരിക്ഷീണൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷീണിച്ചിരിക്കുന്നവൻ, ക്ഷീണിച്ചിരിക്കുന്നവന്, തളർന്നിരിക്കുന്നവന്, മടുത്തിരിക്കുന്നവന്, വോൺ ഔട്ട് ആയവന്, ജീവിതത്തിൻ്റെ പ്രതീക്ഷയെല്ലാം പോയവന്, ജീവിക്കാനുള്ള അർത്ഥം നഷ്ടപ്പെട്ടവന്, പ്രശ്നങ്ങളൊന്നും മാറത്തില്ല എന്ന് വിചാരിക്കുന്നവന്, മടുത്തിരിക്കുന്നവന്, തളർന്ന മനസ്സുള്ളവന്, പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്. കണ്ടോ നിങ്ങളത്? 4-ാമത്തെ വാക്യം വായിച്ചൊന്നൂടെ. പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. അടുത്ത വാക്യം. പ്രഭാതം തോറും എൻ്റെ കാതുകളെ, കണ്ടോ, പ്രഭാതം തോറും അവിടെ നിന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. അതായത് ഒരാൾ ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി
കർത്താവിൻ്റെ മുമ്പിൽ കാത്തിരുന്നു. അങ്ങനെയുള്ള ആളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഈശോയെക്കുറിച്ചാണ് പറയുന്നത്. ഈശോയെക്കുറിച്ച് യെശയ്യാ പ്രവചിച്ചതാണ്. പറയുകയാണ്, ഓരോ പ്രഭാതത്തിലും ശിഷ്യൻ എന്ന പോലെ ഞാനിങ്ങനെ എൻ്റെ കാത് തുറന്ന്, ദൈവം തുറന്നു തന്ന ഈ കാതുമായി ശിഷ്യൻ എന്ന പോലെ ഞാൻ കാത്തിരുന്നു. എന്നിട്ട് പറയുകയാണ്, അതാണ് എനിക്ക് ശക്തി തന്നത്. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. അടുത്ത വാക്യം, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കേട്ടോ നിങ്ങളിത്? മനസ്സിലായോ നിങ്ങൾക്കിത്? അതായത് ദൈവത്തിൻ്റെ സ്വരം കേട്ട് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ പതറിയില്ല, ഞാൻ തോറ്റ് പിന്മാറിയില്ല. ഞാൻ അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളും കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും മുഖം തിരിച്ചില്ല. എൻ്റെ മുഖം ഞാൻ ശിലാതുല്യമാക്കി എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും ക്രിട്ടിക്കലായ മോമെൻറ്റിൽ ഞാൻ പതറാതെ നിന്നു. എപ്പോഴാണ് പതറാതെ നിൽക്കാൻ പറ്റിയത്? ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഈ സ്വരം നമ്മൾ കേൾക്കുന്നത്. ആ സ്വരത്തിനകത്ത് ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. 29 സങ്കീർത്തനം, സാംസ് 29, 29 സങ്കീർത്തനം 4 വാക്യം. സാംസ് 29:4. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. വായിച്ചേ, കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ദൈവത്തിൻ്റെ സ്വരത്തിനകത്ത് ശക്തിയുണ്ട്. ശക്തി, ആ ശക്തിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. വേറെ ഇപ്പം നമ്മൾ ലോകത്തിൻ്റെ സ്വരം കേട്ടാലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ലോകത്തിൻ്റെ ഒരു സ്വരത്തിനും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പവറില്ല. ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വചനം വായിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്, ബൈബിൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിന്ന് മരിക്കാതിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരം. ഞാൻ ഇതുപോലെ തന്നെ ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത് ശുശ്രൂഷ ചെയ്യാൻ ഇതുപോലെ പോയപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ ചെന്ന് അവിടെ ഇരിക്കുകയാണ്. ഭയങ്കര തണുപ്പുള്ള സമയമാണ്. പള്ളിക്കകത്തും തണുപ്പ്, പുറത്തും തണുപ്പ്. അപ്പോൾ പാവപ്പെട്ട ഇന്ത്യക്കാരന് തണുപ്പ് സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ എവിടെങ്കിലും ഒന്ന് ചൂട് കിട്ടുന്നിടത്ത് ഇരിക്കാമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ സ്ഥലം നോക്കി. എല്ലായിടത്തും തണുപ്പ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവരെയും കൊണ്ടിരുത്തുന്ന ഉണ്ടല്ലോ, ക്രൈ റൂം, ബേബി റൂം അല്ലേ? അപ്പോൾ അവിടെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇത്തിരി ചൂടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ പോയിരുന്നു. മനസ്സിലായോ? കുഞ്ഞുങ്ങൾ കരയാൻ വരുമ്പോൾ പോകാമല്ലോ എന്ന് ഓർത്ത്, അത്രയും നേരം ഇവിടെ ഇരിക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ അവിടെ ഇരുന്നു. അന്നേരമാണ് ഒരു ചേട്ടൻ ഇങ്ങനെ നടക്കുക. അപ്പോൾ അങ്ങനെ എന്നെ കണ്ടുപിടിച്ച് അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു കൗൺസിലിംഗ് വേണമായിരുന്നു എന്ന് പറഞ്ഞു. എപ്പോഴാണ് സമയം തരാൻ പറ്റുന്നേ? ഞാൻ പറഞ്ഞു, ഇത് ധ്യാനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നടക്കുമെന്നറിയത്തില്ല, ഇപ്പം തരാം. ഇപ്പം എന്താണെന്നറിയാം, ഒരാളോട് വരുമ്പോൾ ഇച്ചിരി കൂടെ ചൂടാവുമല്ലോ എന്ന് ഞാൻ ഓർത്തു. ഇപ്പം കൗൺസിലിംഗ് തരാം, ഇവിടെ അടുത്തിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇതുപോലെ ബെഞ്ചാണ്, ആ ബെഞ്ചിൽ ആ ചേട്ടനെ തൊട്ടപ്പുറത്തിരുന്നു. എന്നിട്ട് ഈ ചേട്ടൻ എന്നെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. പരിചയമൊന്നുമില്ല നേരത്തെ. ഇങ്ങനെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യം കാണിക്കാമെന്ന് പറഞ്ഞു. ഫോൺ എടുത്തിട്ട് ഒരു ഫോട്ടോ കാണിച്ചു. ആ ഫോട്ടോ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഹിമാലയത്തിലേക്ക് പോയി തപസ് ചെയ്യുന്ന വലിയ സന്യാസിമാരെ പോലെ തലമുടിയൊക്കെ ഇങ്ങനെ ജടയൊക്കെ പിടിച്ച് താടിയൊക്കെ വളർത്തി ഒരു സന്യാസി. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഏത് സന്യാസിയാന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? ഇല്ല. മനസ്സിലായില്ലേ? ഇല്ല. ഞാനാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു പൂർവാശ്രമത്തിൽ വല്ല സന്യാസി ആയിരുന്നിരിക്കും, ഇപ്പം കുടുംബജീവിതം നയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എത്ര കാലം ഉണ്ടായിരുന്നു ഇങ്ങനെ സന്യാസിയായിട്ട്? അപ്പം അങ്ങേര് പറഞ്ഞു, ഇന്ന് രാവിലെ 9 മണി വരെ ഇങ്ങനെ ആയിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൗതുകമായി. ഇത് കളിയാക്കാൻ പറയുന്നതാണോ എന്ന് വിചാരിച്ചു. സീരിയസ് ആയിട്ടാണോ പറയുന്നത്? ആന്ന് പറഞ്ഞു, കൗൺസിലിങ്ങിന് വന്നതാന്ന്.
ഇന്ന് രാവിലെ 9 മണി വരെ ഇങ്ങനെ ആയിരുന്നു എന്ന് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഗൗരവതരമായ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വളരെ കരുണയോടെ എന്നാൽ ഇദ്ദേഹത്തെ കേൾക്കാമെന്ന് വിചാരിച്ച് എന്നെ പറ്റി ചേട്ടാ, എന്ത് പറ്റി, ഇങ്ങനെ ഈ തലമുടിയൊക്കെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ എൻ്റെ ഒരു 4 കൊല്ലം മുമ്പ് വേറൊരു മനുഷ്യൻ്റെ കൂടെ പോയി. 2 കുഞ്ഞുങ്ങളെ എന്നെയും വീട്ടിൽ തനിച്ചാക്കിയിട്ട് ഭാര്യ വേറൊരാളുടെ പോയി. ഞാൻ സത്യം പറഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു അത്. എൻ്റെ സ്വപ്നങ്ങൾ അസ്തമിച്ചു, എൻ്റെ സൂര്യൻ അസ്തമിച്ചു, എൻ്റെ നാടകത്തിൻ്റെ യവനിക തിരശീല വീണു, എൻ്റെ ജീവിതം അവസാനിച്ചു, എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലാതായി, ജോലിക്ക് പോകാതായി. മക്കൾ സ്കൂളിൽ പോവും, ഞാൻ വീടിനകത്ത് അടച്ചിരിക്കും, പള്ളിയിൽ പോവില്ല, പുറത്തിറങ്ങില്ല, ഒന്നും ചെയ്യില്ല. കുറേ ജോലി ചെയ്ത് പണം ഉണ്ടാക്കി ബാങ്കിലുണ്ടായിരുന്നു, അതും കൊണ്ടിങ്ങനെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. കൊല്ലം 4 ഒരു ഭ്രാന്തനെ പോലെ ഞാനിങ്ങനെ വീട്ടിലിരിക്കുകയാണ്. എനിക്കൊരു പ്രതീക്ഷയില്ല, എനിക്കൊരാശ്വാസവും. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ ഭാര്യയോട് വലിയ കലിയും വെറുപ്പും തോന്നും, കൊല്ലണമെന്ന് തോന്നും. മക്കളെ ഓർത്തിട്ട് ഞാൻ ഈ നാട്ടിലിങ്ങനെ ജീവിക്കുകയാണ്. പണമെല്ലാം തീരാറായി, വരുമാനമൊന്നും വേറെ ഇല്ല. കുഞ്ഞുങ്ങളെന്നും വന്നിരുന്ന് കരയും, അപ്പം ഒന്ന് പുറത്തിറങ്ങ്, ഒന്ന് വെളിയിലിറങ്ങ്, പള്ളിയിൽ വാ. 4 കൊല്ലമായിട്ട് പോയിട്ടില്ല. അപ്പോൾ ഇന്നലെ എൻ്റെ മകൻ പറഞ്ഞു, അപ്പാ എങ്ങനെ ഇങ്ങനെ ജീവിക്കുന്ന ഒരു ഭ്രാന്തനെ പോലെ? അപ്പനൊരു മോചനം വേണ്ടേ? ദേ നാട്ടിൽ നിന്നൊരു അച്ഛൻ വരുന്നുണ്ട്, അപ്പം പോയി ഒന്ന് കണ്ട് സംസാരിക്കേ, എന്തെങ്കിലും ആശ്വാസം കിട്ടുവാണെങ്കിൽ, സമാധാനം കിട്ടുവാണെങ്കിൽ അത്രയായില്ലേന്ന് പറഞ്ഞിട്ട് മകൻ ഫേസ്ബുക്കിൽ എങ്ങാണ്ട് കണ്ടിട്ട് ഇങ്ങനെ ധ്യാനമുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ 9 മണിക്ക് മുടിയും വെട്ടി ഷേവും ചെയ്ത് വന്നാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ മനുഷ്യൻ്റെ അവസ്ഥ ഭയാനകമാണെന്ന് എനിക്ക് മനസ്സിലായി. ഉപദേശം കൊടുത്താലൊന്നും അദ്ദേഹം സമാധാനപ്പെടില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഈ 4 കൊല്ലത്തിനിടയിൽ ഒത്തിരി പേര് ഉപദേശിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊന്നും പറയാനില്ല, ഞാൻ പ്രാർത്ഥിക്കാം, അവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് ഞാൻ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ തലേ കവിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമുള്ളൂ, എൻ്റെ ദൈവമേ, ഈ സഹോദരന് ഭാര്യ വിട്ടിട്ട് പോയതിൻ്റെ സങ്കടവും വിഷമവും നിരാശയും മരണചിന്തയും ഉത്കണ്ഠയും ഡിപ്രഷനും ഈ ചേട്ടന് എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ദൈവമേ, നീ സംസാരിക്കണേ, കർത്താവേ നീ സംസാരിക്കണേ. എന്നിട്ട് ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ ചേട്ടൻ്റെ കയ്യിൽ ബൈബിൾ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി തുറന്നോളാൻ പറഞ്ഞു. അദ്ദേഹം തുറന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനിവിടെ കേൾക്കുന്നത്ര ഉച്ചത്തിൽ ചേട്ടൻ്റെ കണ്ണിൽ പെടുന്ന ഭാഗം അങ്ങോട്ട് വായിക്കാൻ പറഞ്ഞു. വായിച്ചു. ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോഴും കണ്ണ് നിറഞ്ഞൊഴുകുക. എന്നിട്ട് എന്നോട് പറയുകയാണ്, ഇതെൻ്റെ കാര്യമല്ലേ ഈ പറയുന്നേ, ഇതെന്നോടല്ലേ ഈ പറയുന്നേ? ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നോ? ഈ ബൈബിളിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛാ, ഇതെന്നോട് പറയുകയല്ലേ? ഇങ്ങനൊരു ഭ്രാന്തനെ പോലെ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. ഓരോന്ന് വായിക്കും, എന്നോടിങ്ങനെ പറയും. എന്നോട് ആ മനുഷ്യൻ പറഞ്ഞു, ഇന്ന് വരെയും ബൈബിള് തുറക്കുമ്പോൾ എനിക്കിങ്ങനെയൊന്നും കിട്ടിയിട്ടേ ഇല്ല. ഇതെന്നെ വല്ലാതെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, ഈ ബൈബിള് വായിച്ചു, ഇന്ന് മുതൽ വായിച്ചു. വായിക്കുമ്പോൾ ചേട്ടന് വ്യത്യാസം വരും. 3 ദിവസം ധ്യാനം കൂടുക, നാളെ മകനെയും മകളെയും കൊണ്ടുവരിക, എന്നിട്ട് പ്രാർത്ഥിച്ച് പോകാൻ പറഞ്ഞു. 3 ദിവസവും വന്നു, മക്കളെയും കൊണ്ടുവന്ന് 3 ദിവസവും എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് പോയി. ഞാൻ നാട്ടിൽ തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ദീർഘമായ ഒരു മെയിൽ അയച്ചു ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ആ പഴയ ഫോട്ടോയും സന്യാസി പോലെ ഇരിക്കുന്ന ഫോട്ടോയും എല്ലാം വെച്ചിട്ട് അയച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, എൻ്റെ ജീവിതം അന്ന് നമ്മൾ കണ്ട ദിവസം മുതൽ മേൽ കീഴ് മാറി. ഇപ്പം ഞാൻ അന്ന് ധ്യാനത്തിന് മുമ്പ് വരുന്ന ആ അവസ്ഥയിലുള്ള ഒരാളല്ല, ഞാൻ മൊത്തം മാറി. അച്ഛാ,
എന്നെ സ്നേഹിക്കാത്ത, എന്നോട് താല്പര്യമില്ലാത്ത, എന്നെയും എൻ്റെ മക്കളോടും മമതയില്ലാത്ത ഒരു സ്ത്രീയെ പ്രതി ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതം ഇങ്ങനെ പാഴാക്കി കളയുന്നത് എന്ന് ഇത്രയും 4 കൊല്ലത്തിനിടയിൽ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നാൽ ഞാൻ ഈ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, അവൾ പോയി, ഇനി അവളെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് ഈ പിള്ളേരെ വളർത്തണം, നന്നായിട്ട് ജീവിക്കണം. ദൈവസ്വരത്തിന് മാത്രമേ മാറ്റാൻ പറ്റൂ, വേറെ ആർക്കും മാറ്റാൻ പറ്റില്ല. ദൈവത്തിൻ്റെ സ്വരത്തിന് മാത്രമേ മാറ്റാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ഈ ചേട്ടൻ നാട്ടിലുള്ള സകല ബന്ധുക്കളെയും പരിചയക്കാരെയും തിരുവനന്തപുരത്ത് പറഞ്ഞു വിടുകയാണ്. ഓരോ മെയിൽ വരും, അച്ഛാ ഇന്ന ആൾ ദാ അവിടെ വരുന്നുണ്ട്, അച്ഛൻ കാണണം, പ്രാർത്ഥിക്കണം. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തെ ബൈബിള് മാറ്റിമറിച്ചു, അതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും അറിയട്ടെ. ദൈവസ്വരത്തിന് മാത്രമേ നമ്മളെ മാറ്റാൻ പറ്റൂ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് യെശയ്യാ 50 നമ്മൾ വായിച്ചത്. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് ശിഷ്യനെ എന്ന പോലെ എന്നെ അഭ്യസിപ്പിച്ചു. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ, സഭാപ്രസംഗൻ 5 വായിച്ചു, ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കണം, ദൈവമേ ഈ വചനം പ്രഘോഷിക്കുന്ന അച്ഛൻ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട, എന്നോട് നീ സംസാരിക്കണം. ദൈവമേ നിൻ്റെ വാക്ക് എനിക്ക് സൗഖ്യവും സമാധാനവും വിടുതലും അനുഗ്രഹവുമായിട്ട് മാറണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ ഒരു ആഗ്രഹത്തോടെ വേണം ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാൻ. ഇനി വേറൊരു വചനം വായിക്കാം. യെശയ്യാ 66:2. യെശയ്യാ 66:2 വായിക്കാം. യെശയ്യാ 66:2. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. വായിച്ചേ, യെശയ്യാ 66:2. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. അതായത് ദൈവം സംസാരിക്കും, ഒരു സംശയം വേണ്ട, ദൈവം സംസാരിക്കും. നമുക്ക് ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരു മനുഷ്യനിരിപ്പുണ്ട്. ആ മനുഷ്യനേക്കാളും സത്യമാണ് നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്നുള്ളത്. നമ്മുടെ അടുത്തിരിക്കുന്ന ഈ ആളിരിക്കുന്നതിനേക്കാളും സത്യമാണ് നമ്മുടെ കൂടെ എപ്പോഴും ദൈവമുണ്ട്. എപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എപ്പോഴും കർത്താവ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് ഇങ്ങനെ നമ്മളെ നിരന്തരമായിട്ട് സഹായിച്ചുകൊണ്ടേയിരിക്കും. കർത്താവ് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സഹായം ദൈവം തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ കാണാത്തതാണ്, അല്ലെ കേൾക്കാത്തതാണ്. ഇവിടെ വചനം പറയുകയാണ്, നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ആത്മാവിൽ എന്തുണ്ടാവണം? 2 കാര്യം ഉണ്ടാവണം. ആത്മാവിൽ എളിമയും അനുതാപവും. ഈ 2 കാര്യം ഉണ്ടെങ്കിലേ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റൂ. എളിമയുണ്ടാവണം, അനുതാപം ഉണ്ടാവണം. എളിമയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് എനിക്കെല്ലാം അറിയാമെന്നും പറഞ്ഞിരിക്കരുത്. ദൈവത്തിന് പിന്നെ നിങ്ങളോടൊന്നും പറയാനില്ല. എനിക്കെല്ലാം അറിയാം, എനിക്കിതൊക്കെ അറിയാവുന്നതാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളോടും ദൈവത്തിനൊന്നും സംസാരിക്കാനില്ല. അയാളോട് ദൈവത്തിനൊന്നും മിണ്ടാനേ ഇല്ല. എളിമയെന്ന് പറഞ്ഞാൽ എവിടുന്ന് ദൈവസ്വരം വന്നാലും അത് കേൾക്കാനുള്ള സന്നദ്ധതയാണ്. അത് ചിലപ്പോൾ ഒരു കുഞ്ഞായിരിക്കും സംസാരിക്കുന്നത്, അത് ചിലപ്പോൾ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളായിരിക്കും സംസാരിക്കുന്നത്, അത് ചിലപ്പോൾ വെളിയിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ആയിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന ആളായിരിക്കും സംസാരിക്കുന്നത്, ചിലപ്പോൾ ജോലി സ്ഥലത്ത് നമുക്ക് താഴെ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും സംസാരിക്കുന്നത്. ബാലാമിൻ്റെ കേസിൽ ഒരു കഴുതയാണ് സംസാരിച്ചത്. ആര് സംസാരിച്ചാലും എന്ത് ചെയ്യണമെന്നറിയാമോ? എനിക്കിതൊക്കെ അറിയാമെന്നും പറഞ്ഞിരിക്കരുത്. അങ്ങനെയുള്ളവരോട് ദൈവത്തിനൊന്നും പറയാനില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് എന്നോട് ദൈവം സംസാരിക്കാം. അത് എങ്ങനെ ദൈവത്തിന് സംസാരിക്കാം? ആരിലൂടെയും സംസാരിക്കാം, ആരിലൂടെയും. ഞാൻ പാലാ കൺവെൻഷന് 2022 തോന്നുന്നു, 2020 പാലാ കൺവെൻഷന് സ്റ്റേജിൻ്റെ പുറകിൽ, സ്റ്റേജിലോട്ട് കയറാൻ വേണ്ടി സ്റ്റേജിൻ്റെ പുറകിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ മുറിയുണ്ട്.
അവിടെ ഞാനിങ്ങനെ അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് ഒരു ഒരു വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരമ്മച്ചി, ഒരു ചേച്ചി എന്നെ ഇങ്ങനെ കൈയാട്ടി വിളിച്ചു. 1 മിനിറ്റ് ഒന്ന് നിൽക്കാമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ നിന്നപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഗത്സമൻ തോട്ടത്തിലേക്ക് കയറാൻ പോവുക, പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊള്ളാൻ ഈശോ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നോട് പറയാണ്, ഗത്സമൻ തോട്ടത്തിലോട്ട് അച്ഛൻ കയറാൻ പോവുക, പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊള്ളാൻ ഈശോ പറഞ്ഞു എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഒരു നിവൃത്തിയില്ലാത്ത വീട്ടിലൊരു ചേച്ചിയാന്ന്. രൂപം കണ്ടാലും അറിയാം, വേഷം കണ്ടാലും അറിയാം. എനിക്കത് കഴിഞ്ഞ് ആ പല കൺവെൻഷൻ കഴിഞ്ഞ് ഒരു 3-4 മാസത്തേക്ക് ഞാൻ ഗത്സമൻ തോട്ടത്തിലായിരുന്നു. വലിയ വേദനകളിലൂടെ കടന്നുപോയി. പക്ഷെ എനിക്ക് ആ പ്രയാസം വന്നപ്പോൾ അപ്രതീക്ഷിതമായി എന്തോ വന്ന പോലെ ഞാൻ വിഷമിച്ചില്ല. കാരണം എന്താ? ഇത് നേരത്തെ പറഞ്ഞായിരുന്നു. ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു അറിയിപ്പ് കിട്ടിയായിരുന്നു. പറഞ്ഞ ആരാന്നൊന്നും അറിഞ്ഞൂടാ. ഒരു പാവപ്പെട്ട അമ്മ വന്നിട്ടിങ്ങനെ ഒന്ന് നിൽക്കാമെന്ന് ചോദിച്ചിട്ട് ഓടി വന്നിട്ട്, അച്ഛാ ഗത്സമനിലോട്ട് കയറാൻ പോവാ, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ആരിലൂടെയും വരാം ഇത്. ആരിലൂടെയും ദൈവത്തിന് സംസാരിക്കാം. അപ്പം അത് ഇന്ന ആളെന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വചനം പറയുന്നുണ്ട്, ഹെബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, 12-ാമത്തെ അധ്യായം, സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ നിരസിക്കരുത്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 25-ാമത്തെ വാക്യം, ഹീബ്രൂസ് 12:25 വായിച്ചേ. സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ, ഹെബ്രായർ 12:25 വായിക്കേ. സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കണ്ടോ? ഒരൊറ്റ വാക്ക് കണ്ടോ? സംസാരിച്ചുകൊണ്ടിരിക്കുന്ന. ആരെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? ആരാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? പരിശുദ്ധാത്മാവ്, ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വായിച്ചേ. ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ്. ദൈവം സംസാരിക്കുന്ന സമയത്ത്, കർത്താവിൻ്റെ സ്വരം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആ സ്വരം കേൾക്കാനാണ് ദൈവം നമ്മളെ കൊണ്ടുവരുന്നത്. ദൈവത്തിന് പറയാനുണ്ട്. അപ്പം അതുകൊണ്ട് ആ സ്വരത്തെ വളരെ ഗൗരവമായിട്ട് എടുക്കണം. കർത്താവെ അങ്ങനോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കണം. ആത്മാവിൽ എളിമയും, ഒന്നാമത്തേത് എളിമ, രണ്ടാമത്തേത് അനുതാപം. അനുതാപം എപ്പോഴും ഓർത്തോണം, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ തിരുത്താനുണ്ട്. അതാണ് അനുതാപം. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഓക്കെ അല്ല, ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ എല്ലാം തികഞ്ഞ ഒരാളല്ല. ഫരിസേയനെ പോലെ ഞാൻ ദാനധർമ്മം ചെയ്യുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ അവനെ പോലെ അല്ല. ഞാൻ മെച്ചപ്പെട്ട ഒരാളാണെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാളോട് ദൈവത്തിനൊന്നും സംസാരിക്കാനില്ല. അനുതാപം ഇല്ലാത്ത ഹൃദയം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ദൈവമേ അങ്ങ് സംസാരിക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഈ വരവും ഈ ശുശ്രൂഷ എല്ലാം വെറുതെയാണ്. ദൈവം സംസാരിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ വെറുതെ ഒരു സാധാരണ പ്രോഗ്രാമായിട്ട് തീരും. ദൈവം സംസാരിച്ചാൽ അതോടുകൂടി ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ദൈവത്തിൻ്റെ കരം കാണാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ആഗ്രഹിക്കണം. എൻ്റെ ദൈവമേ അവിടുന്ന് എന്നോട് സംസാരിക്കണം. സാമൂഹ്യത്തിൽ പറഞ്ഞ പോലെ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. ദൈവം നമ്മളോട് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാൻ ഒരു ഹൃദയം രൂപപ്പെടാൻ വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ അങ്ങനോട് സംസാരിക്കുമ്പോൾ എനിക്കത് നന്നായിട്ട് സ്വീകരിക്കാൻ പറ്റണം, എനിക്കത് ഏറ്റെടുക്കാൻ പറ്റണം. അത് എളിമയോടുകൂടി എനിക്ക് സ്വീകരിക്കാനുള്ള ഒരു ഹൃദയം എന്നെ തുറക്കപ്പെട്ട് കിട്ടണം. അതൊന്ന് ആഗ്രഹിക്കാം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ,
ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, ആത്മാവിൽ എളിമയും അനുതാപവും എനിക്ക് നൽകണമേ. കർത്താവായ യേശുവേ, ആത്മാവിൽ എളിമയും അനുതാപവും എനിക്ക് നൽകണമേ. അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുവാൻ അവിടുന്ന് ആത്മാവിൽ എളിമയും അനുതാപവും എനിക്ക് നൽകണമേ. ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ എനിക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എന്നെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കരങ്ങൾ ഉയർത്തി ഒരു 4-5 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. നന്നായിട്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ഹൃദയം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ എളിമയും അനുതാപവും നൽകണമേ. അങ്ങയുടെ വചനത്തെ എളിമയോടെ സ്വീകരിക്കാൻ കർത്താവേ ദാഹം തരണമേ. അങ്ങയുടെ സ്വരം കേൾക്കാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. ഇപ്പം നമ്മൾ ദൈവസ്വരം കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട് കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ 25-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. പ്രോവേർബ്സ് 25:2. സുഭാഷിതങ്ങൾ 25:2. ഉറക്കെ നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നതും. ഒന്നുകൂടെ എല്ലാവരും എടുത്തോ. സുഭാഷിതങ്ങൾ 25:2. കിട്ടിയോ? സങ്കീർത്തനം കഴിഞ്ഞാൽ അടുത്തത് സുഭാഷിതമാണ് കേട്ടോ. അല്ല, അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം എല്ലാവരും ഒന്നും പഠിച്ചിട്ടൊന്നും അല്ലല്ലോ വന്നേ. ഇങ്ങനെ എടുത്ത് പഠിച്ചാൽ മതി. സുഭാഷിതം 25:2 കിട്ടിയോ? കിട്ടിയോ? എന്നാ വായിക്ക. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നതും. നിഗൂഢത എന്ന് ശ്രദ്ധിച്ചേ. അതായത് ഇവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ക്യാരക്ടർ, ദൈവത്തിൻ്റെ സ്വഭാവം, അല്ലെ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പ്രത്യേകത. അതിനകത്തെല്ലാം എന്തുണ്ട്? നിഗൂഢത, മിസ്റ്ററിയാണ്. ദൈവിക കാര്യങ്ങളുടെ പ്രത്യേകത അതിങ്ങനെ കാണുമ്പോൾ എല്ലാം മനസ്സിലാവുന്ന പോലെ തോന്നും, പക്ഷെ ഒന്നും മനസ്സിലാവത്തില്ല. നിഗൂഢതയാണ്. ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് ഗോഡ് ഈസ് മിസ്റ്റീരിയസ്. ദൈവം നിഗൂഢമാണ്. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. മനസ്സിലായോ? അത് നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. അതുകൊണ്ട് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും പ്രത്യേകത അതെല്ലാം തന്നെ മിസ്റ്റീരിയസ് ആണ്. എളുപ്പത്തിൽ മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യണം? വെളിപ്പെടുത്തി കിട്ടണം. അത് വെളിപ്പെടുത്തി കിട്ടണം. അത് വായിക്കാം. ഡ്യൂട്രോണമി 29:29. നിയമാവർത്തനം 29:29. നിയമാവർത്തനം 29:29. ഡ്യൂട്രോണമി 29:29 വായിച്ചേ. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ പറഞ്ഞ നിഗൂഢത, നേരത്തെ പറഞ്ഞ മിസ്റ്ററി. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഈ ചത്തതുപോലെ ഇരിക്കല്ലേ. ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ വിഷമാവുമോ? പറയട്ടെ. സെമിത്തേരി പോയി എന്ന് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഒന്ന് പ്രതികരിക്കേ, കല്ലുപോലിരിക്കാതെ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് വല്ല ദ്രോഹം ചെയ്തിട്ടുണ്ടോ? അല്ല, എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്ന എന്തിനാ?
ഒന്ന് ചിരിച്ചൂടെ? ഇത്ര സീരിയസ് ആവുന്ന എന്തിനാ? ഇത് പറഞ്ഞോ, ട്രംപ് പറഞ്ഞോ സീരിയസ് ആവണം? വായിക്കാം അങ്ങോട്ട്. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. കണ്ടോ, ഇവിടെ രഹസ്യം എന്ന് പറഞ്ഞാൽ സീക്രട്ട് അല്ല, പിന്നെന്താ? മിസ്റ്ററി, നിഗൂഢത. അതായത് രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു, എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നെന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ്. ഈ അനുശാസനങ്ങൾ നാം പാലിക്കേണ്ടതാണ്. അതായത് വെളിപ്പെടുത്തി കിട്ടണം. ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ അകത്തോട്ട് കയറണമെങ്കിൽ അത് വെളിപ്പെടുത്തി കിട്ടണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. വെളിപ്പെടുത്തി കിട്ടണം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം, ഗലാത്യ ലേഖനം 1-ാം അധ്യായം, ഗലാത്യ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എന്നെ ആരും ഇതൊന്നും പഠിപ്പിച്ചതല്ല. 1-ാം അധ്യായം 11-ാമത്തെ വാക്യം, ഗലേഷ്യൻസ് 1:11 വായിക്കേ. സഹോദരരെ, കിട്ടിയവരങ്ങോട്ട് ഉറക്കം വായിച്ചേ. ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല. കണ്ടോ, ഇവിടെ നോക്കിയേ, മാനുഷികമല്ല, നോട്ട് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ അത് ദൈവികമാണ്, അത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ സുവിശേഷമാണ്. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതല്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, അതുകൊണ്ട് ഇത് എന്തെന്നറിയാമോ, നമുക്കിത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാം. കർത്താവ് സംസാരിക്കുമ്പോൾ അല്ലെ ദൈവികമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതൊന്നും ബുദ്ധിയിലല്ല മനസ്സിലാവുന്നത്, അതൊക്കെ ആത്മാവിൽ മനസ്സിലാകണമെങ്കിൽ അത് വെളിപ്പെടുത്തി കിട്ടണം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 16-ാമത്തെ അധ്യായം എടുക്കാം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 16-ാമത്തെ അധ്യായം, 16-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 16-ാമത്തെ അധ്യായം, 16-ാം അധ്യായത്തിൽ 13 മുതലുള്ള വാക്യങ്ങൾ. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, സ്നാപയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ. അതായത് അവരുടെ മുമ്പിൽ നിൽക്കുന്ന അവരെ പോലെയുള്ള, അവരുടെ മതത്തിൽ ജനിച്ചു വളർന്ന, അവരുടെ നാട്ടിലുള്ള, അവർക്കറിയാവുന്ന വീട്ടിൽ ജനിച്ച അവരെ പോലെയുള്ള ഏതാണ്ട് അവരുടെ സമപ്രായക്കാരനായ ഒരു മനുഷ്യൻ, അതാണ് യേശു അവർക്ക്. ആ മനുഷ്യനെ കൺമുമ്പിൽ നിർത്തിയിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നമ്മൾ ഇന്ന് യേശുവാണ് ദൈവമാണെന്ന് പറയുന്ന പോലെയല്ല, അന്ന് അവരെ പോലെയുള്ള അവരുടെ കൂട്ടത്തിൽ അവർ പഠിച്ചതുപോലെയുള്ള സ്കൂളിൽ പഠിച്ച, അവർ പോകുന്ന പള്ളിയിൽ പോകുന്ന, അവരുടെ മതം അനുഷ്ഠിക്കുന്ന, അവർക്ക് അറിയാവുന്ന, വീട്ടുകാരെ നാട്ടുകാരെ അവർക്ക് ബന്ധമുള്ള, അവർക്ക് സുപരിചിതനായ ഈശോ, ആ ഈശോയെ നോക്കിക്കണ്ടിട്ട് പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അടുത്ത വാക്യം, യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. കണ്ടോ, റെവലേഷൻ. എൻ്റെ ദൈവമായ കർത്താവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. പൗലോസ് പറയാണ്, ഒരു വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് നമുക്കിത് മനസ്സിലാകണമെങ്കിൽ അത് കർത്താവ് വെളിപ്പെടുത്തി തരണം. ലൂക്കാ സുവിശേഷത്തിൻ്റെ 24-ാമത്തെ അധ്യായം എടുത്തേ. ലൂക്കാ സുവിശേഷത്തിൻ്റെ 24-ാമത്തെ അധ്യായം, 24-ാമത്തെ അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാരെ വഴക്ക് പറയുന്നൊരു ഭാഗമുണ്ട്. 24-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അതായത്
ഈശോ അവരോട് ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർക്കത് ഗ്രഹിക്കാൻ പറ്റാതെ അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈശോ എന്ത് ചെയ്തു? 27-ാമത്തെ വാക്യം, മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. അപ്പോഴാണ് അവരുടെ ഹൃദയം ജ്വലിച്ചത്. 32-ാമത്തെ വാക്യം, അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ച്, യേശു വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ, യേശു മനസ്സിലാക്കി കൊടുത്തപ്പോൾ, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ 45-ാമത്തെ വാക്യം, ലൂക്ക 24:45, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമുക്ക് ഈ ദൈവം നമ്മുടെ മനസ്സ് തുറന്ന് തന്നില്ലെങ്കിൽ നമുക്ക് വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഇത് നമ്മൾ ആഗ്രഹിച്ചോണം. അതായത് നമ്മളിപ്പോൾ ആര് പറഞ്ഞു എന്നുള്ള ഇതിനകത്ത് വിഷയം, അതായത് ഒരു കൊച്ചു കുഞ്ഞ് സംസാരിക്കും ആണെങ്കിൽ, ഇത്ര അറിവില്ലാത്ത ആൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ദൈവം നമ്മുടെ ഹൃദയം തുറന്നാലേ വിശുദ്ധ ലിഖിതങ്ങളുടെ ആന്തരാർത്ഥം നമുക്ക് വെളിപ്പെടുത്തി കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അത് ആഗ്രഹിച്ച് വേണം നമ്മളിവിടെ ആയിരിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ നമുക്ക് ആ വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ ഹൃദയം അടഞ്ഞിരിക്കുന്നൊരവസ്ഥയുണ്ട്. കൊറിന്തോസുകാർക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ, 1-ാമത്തെ ലേഖനത്തിൽ 1 കൊറിന്തോസ് 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ. 1 കൊറിന്തോസ്, 1 Corinthians 2:6, 1 കൊറിന്തോസ് 2-ാം അധ്യായം 6 മുതൽ വായിക്കാമോ? എന്നാൽ ഒരു സെക്കൻഡ് എല്ലാവരും വായിക്കണേ, എല്ലാവരും വായിക്കണം. എനിക്കങ്ങനെ വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടുന്നതുകൊണ്ടല്ല ഞാൻ നിർബന്ധിക്കുന്നത്. വചനം വായിച്ചാൽ എന്നറിയാം ഉള്ള സത്യം ഞാനങ്ങ് തുറന്ന് പറയാം. അതായത് ഇപ്പോഴത്തെ പ്രസൻസ് ഓഫ് ഗോഡ് അനോയിൻറ്റിങ് ഒക്കെ 1% 2% ഉള്ളൂ. മനസ്സിലായോ? അതായത് ധ്യാനത്തിൻ്റെ മൊത്തത്തിലുള്ളൊരവസ്ഥ ഞാൻ പറയുകയാണ്. അതായത് 1% ദൈവസാന്നിധ്യമുണ്ട്, അത്രേ ഉള്ളൂ. പ്രസൻസ് ഓഫ് ഗോഡ് അനോയിൻറ്റിങ് കയറി വരണമെങ്കിൽ വചനം വായിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായോ? കർത്താവിൻ്റെ പ്രസൻസ് ഇൻറ്റൻസിഫൈ ചെയ്യണമെങ്കിൽ, കർത്താവിൻ്റെ സാന്നിധ്യം ശക്തമായിട്ട് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം വായിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ തലങ്ങും വിലങ്ങും വചനം എടുത്ത് വായിപ്പിക്കും. ബോറടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിലായല്ലോ? അതിന് നിങ്ങൾ ഒരുങ്ങി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ദറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, എൻ്റെ മിസ്റ്റേക്ക് അല്ല, ദറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അപ്പോൾ അതുകൊണ്ട് ബി റെഡി വിത്ത് എ ബൈബിൾ. അതില്ലാതെ ഇരിക്കരുത്. ഇരിക്കുന്ന കുറേയേറെ പേരെ ഞാൻ കാണുന്നുണ്ട്. ഇന്ന് ഞാനിപ്പോൾ ക്ഷമിക്കുകയാണ്. ഇൻ്റർവെൽ കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ വേണം, വായിച്ചേ പറ്റൂ. ദർ ഇസ് നോ കോംപ്രമൈസ്. മനസ്സിലായല്ലോ? അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വരുന്നത്. മനസ്സിലായോ? ഒരു പണി നാട്ടിലില്ലാഞ്ഞിട്ടല്ലല്ലോ. അമേരിക്ക എന്ന് പറയുമ്പോൾ അങ്ങ് കണ്ണ് വിടർന്ന് വരുന്നൊന്നുമല്ല. കഷ്ടപ്പാടാണ്. മനസ്സിലായോ? അപ്പോൾ വരുമ്പോൾ യു ഹാവ് ടു ബി സീരിയസ്. സീരിയസ് അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്നറിയാം? നമുക്ക് ആരിശം വരും സീരിയസ് അല്ലെങ്കിൽ. ആ ബൈബിളെടുത്ത് വായിച്ചേ പറ്റത്തുള്ളൂ. വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. സീരിയസ് ആയിട്ടിരുന്നാലേ പറ്റൂ. വായിക്കണം. മനസ്സിലായോ? നിങ്ങൾ ഒഫൻഡഡ് ആവുന്നുണ്ടോ? ആയില്ലേ? ഒന്നുകൂടെ പറയാം, ചൂടെ കൂട്ടി പറയാം. ഇതുവരെ ആയില്ലേ? അപ്പോൾ സീരിയസ് ആയിട്ട് വായിച്ചോണം. വായിച്ചോ, എല്ലാവരും വായിച്ചോ. ഉറക്കെ വായിക്കണം. ഈ ഹോളിനകത്ത് മുഴുവൻ വചനം നിറയണം. വായിച്ചോ, ഉറക്കെ വായിച്ചോ. എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു. ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല, രഹസ്യവും. അവിടെ കണ്ടോ ആ 2 വാക്കുകൾ കണ്ടോ? രഹസ്യം, നിഗൂഢം. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. അടുത്ത വാക്യം, ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ലോകപ്രകാരം ജീവിക്കുന്ന ആർക്കും ഈ ദൈവിക രഹസ്യവും നിഗൂഢവുമായ ഈ ദൈവിക ജ്ഞാനം മനസ്സിലാക്കാൻ പറ്റത്തില്ല.
രഹസ്യവും നിഗൂഢവുമായി ദൈവിക ജ്ഞാനം ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും ഗ്രഹിക്കാൻ പറ്റിയില്ല. എന്താ കാര്യം? സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ, അടുത്ത വാക്യം, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന, നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. കണ്ടോ, നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. അതെല്ലാം ദൈവം, ഈ ലോകത്തിൻ്റെ ബുദ്ധി, ഈ ലോകത്തിൻ്റെ അറിവ്, ലോകപ്രകാരമുള്ള പഠനം, ലോകപ്രകാരമുള്ള കഴിവ്, ഇതൊന്നും കൊണ്ട് ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റില്ല. ബുദ്ധിയിൽ അറിയാൻ പറ്റുമായിരിക്കും, ബുദ്ധിയിൽ ചിലപ്പോൾ മനസ്സിലായെന്ന് തോന്നുമായിരിക്കും. പക്ഷെ ഒരാളുടെ ആത്മാവിലേക്ക് ദൈവികമായ കാര്യങ്ങൾ പ്രവേശിക്കണമെങ്കിൽ അത് ദൈവം പരിശുദ്ധാത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നാലേ പറ്റൂ. അതാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവം നമുക്കതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി 2 കൊരിന്തോസ് എടുത്ത് 2 കൊരിന്തോസ് 4-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. 2 കൊരിന്തോസ് 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്, ഈ ലോകത്തിൻ്റെ ദേവൻ. ഇനി ഞാൻ വളരെ ലെങ്തി ആയിട്ട് നമ്മൾ ഇതൊന്ന് കാണാൻ പോവാണ്. അതായത് ഈ ലോകത്തിൻ്റെ ഒരു അരൂപി, ഇതാണ് സുവിശേഷത്തിനും ദൈവരാജ്യത്തിനും എല്ലാം എതിരെ നിൽക്കുന്ന വലിയൊരു ശക്തി. അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് കാണാൻ പോവാണ്. അതുകൊണ്ട് ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോ, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കയാൽ തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക്, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. നിങ്ങൾ നോക്കിയേ, നമുക്ക് നാട്ടിലൊരു മിനിസ്ട്രി ഉള്ളത്, തെരുവിൽ സുവിശേഷം പ്രസംഗിക്കുന്നൊരു മിനിസ്ട്രി ഉണ്ട്. അതിൻ്റെ പേരാണ് ജീസസ് ഓൺ ദ വേ. അപ്പോൾ ഈ മിനിസ്ട്രിയിൽ നമുക്ക് കുറേ ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരുടെ കൂട്ടത്തിലെ മിക്കവാറും എല്ലാവരും തന്നെ ഉയർന്ന ജോലിയും ഉയർന്ന ശമ്പളവും ഉള്ള ആളുകളാണ്. അവരൊക്കെ തന്നെ സമൂഹത്തിൽ അത്യാവശ്യം നിലയും വിലയുള്ള ആളുകളാണ്. ഇവരെന്ത് ചെയ്യുന്നു? യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം സംക്ഷിപ്തമായി സംഗ്രഹിച്ചെഴുതിയിരിക്കുന്ന ഒരു ലീഫ്ലെറ്റുമായി തെരുവിലേക്ക് പോകുന്നു. കണ്ടുമുട്ടുന്ന ആളുകൾക്ക് ഇത് കൊടുക്കുന്നു, അവരോട് യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അവർ തമിഴ്നാട്ടിലായിരുന്നു. ഇപ്പം തമിഴ്നാട്ടിൽ വെച്ച് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. ചില ആളുകൾ പരാതി കൊടുത്തിട്ട് മതപരിവർത്തനം എന്ന് പറഞ്ഞ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലീസ് അവരെ വിളിച്ച് ഇതെന്താണെന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ കൊടുക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് താക്കീത് ചെയ്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ 40 പോലീസുകാർ, ഒരു ബാൻഡ് ഓഫ് പോലീസ്മെൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ 40 പേർക്കും സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഇത് കൊടുത്തു. ഇത് കൊടുത്താനാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ 40 പോലീസുകാർക്ക് ഇത് കൊടുത്തിട്ട് അവരത് വായിക്കുന്ന ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. ഞാൻ പോലീസുകാർക്ക് 40 പേർക്കും കൊടുത്തിട്ടുണ്ടെന്നോ. പിറ്റേ ദിവസം അവരുടെ കൂട്ടത്തിലെ ഒരു ചേച്ചിയും ഒരു സഹോദരനെയും വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിൽ വെച്ച്, മധുരയിൽ വെച്ച്. BJP-ക്കാർ വന്ന് ബഹളം ഉണ്ടാക്കി. അവർ സ്റ്റേഷൻ ആക്രമിക്കുമെന്ന് പറഞ്ഞു. ഇവരെ അകത്തിരുത്തിയിരിക്കുകയാണ് പോലീസ്. അവിടുന്ന് വൈകുന്നേരം ആയപ്പോൾ പോലീസ് വിട്ടു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് വീണ്ടും അതിനടുത്ത ബസ് സ്റ്റാൻഡിൽ പോയി ലീവ്ലെറ്റ് കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, കേസ് വരാം, ജോലിയെ ബാധിക്കാം, വീട്ടിൽ കുടുംബസ്ഥരാണ്, ഭാര്യയും ഭർത്താവൊക്കെ ഉള്ള ആളുകളാണ്, മക്കളുള്ള ആളുകളാണ്. ശ്രദ്ധിക്കാം, ഇതെല്ലാം ഉള്ള ആളുകൾ പിന്നെ ഈ ബുദ്ധിമുട്ട് വന്നപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴും, അപ്പോൾ മധുരയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ എന്നെ വിളിച്ചു. എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും പരിചയമുണ്ടോ? ആരെയും പരിചയമില്ല. സ്റ്റാലിനെ, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ പരിചയമില്ല, ജില്ലാ കളക്ടറെ പരിചയമില്ല, അവിടുത്തെ പോലീസ് മേധാവിയെ പരിചയമില്ല, ഒരു രാഷ്ട്രീയക്കാരനെ പോലും പരിചയമില്ല. അപ്പോൾ എന്നെ ചെയ്യാൻ പറ്റുന്നേ? ആകെ പരിചയമുള്ള ആരെയെന്നറിയോ? മേളിലൊരാളെ പരിചയമുണ്ട്, വേറെ ആരെയും പരിചയമില്ല. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ എങ്ങനെ? ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയുള്ള വഴിയോടെ നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. പോലീസുകാരെ വിളിക്കുക, രാഷ്ട്രീയക്കാരെ വിളിക്കുക, DGP വിളിക്കുക, നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല ആ വഴി. നമുക്ക് ഒരാളെ മാത്രമേ പരിചയമുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുക, അതേ ഉള്ളൂ വഴി. പ്രാർത്ഥിച്ചു, വൈകുന്നേരം ആയപ്പോൾ പോലീസ് വിട്ടു. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെ എതിർപ്പുണ്ടാവുമ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഈ ചെറുപ്പക്കാർ, നല്ല ശമ്പളം വാങ്ങിക്കുന്ന ചെറുപ്പക്കാരാണ്, അവർ മടുപ്പില്ലാതെ യേശുവിനെ എല്ലായിടത്തും കൊടുക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നലെ എനിക്ക് മെസ്സേജ് വന്നു, ഈ ഹൂഗ്ലിയിൽ, കൽക്കട്ടയിൽ ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് ലീഫ്ലെറ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ന് പറയാം, പോലീസ് അറസ്റ്റ് ചെയ്യാലെന്ന് ഈ വീര്യം പോവില്ല. പറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. എന്തുകൊണ്ടാണ്? സുവിശേഷത്തിൻ്റെ പ്രകാശം എന്താണെന്ന് ഇവർക്കറിയാം. അതിങ്ങനെ ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും പോവില്ല. അത് ഏതെങ്കിലും ഒരു പോലീസ് അറസ്റ്റ് ചെയ്താലും BJP-കാരൻ അടിച്ചാലും ഒന്നും അതിവർ അവസാനിപ്പിക്കത്തില്ല. സുവിശേഷത്തിൻ്റെ വില അറിയാം. എന്നാൽ ആ വില അറിയാത്തവരാണെങ്കിലോ, അപ്പുറത്തൊരുത്തൻ ഒരു എതിരഭിപ്രായം പറയുമ്പോൾ ഈ പരിപാടി പൂട്ടിക്കിട്ടും. കാരണം അവൻ്റെ അകത്ത് അതിനെക്കുറിച്ച് വ്യക്തത കിട്ടിയിട്ടില്ല. ആ വ്യക്തത എങ്ങനെ കിട്ടുന്നറിയാം? ആത്മാവ് മുഖേന വെളിപ്പെടുത്തി കിട്ടുന്നതാണ്, ബോധ്യം കിട്ടുന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഇത് മനസ്സിലാകാതെ ഈ കേരളത്തിൽ ഇതുപോലെ തന്നെ ഇവർ സ്ട്രീറ്റ് മിനിസ്ട്രിക്ക് പോകുന്ന സമയത്ത്, ഞാൻ സ്ഥലങ്ങളൊന്നും പറയുന്നില്ല, ആരെയും വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതുകൊണ്ട്, ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചില ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ അവർ പറയും, കൊടുത്തോളാൻ പറയും, നിങ്ങൾ ഈശോയെക്കുറിച്ചൊക്കെ പറഞ്ഞോളാൻ പറയും. എന്നാൽ ചില സ്ഥലങ്ങളിൽ നിന്ന് ഇവരെ ഓടിച്ചു വിട്ടിട്ട് ഞങ്ങളെപ്പോലെയുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ പറയും, നിങ്ങൾ കൂടുതലൊന്നും ഇവിടെ യേശുവിനെ കുറിച്ചൊന്നും പറയണ്ട, ഇവിടെ എല്ലാ മതക്കാരും ഒക്കെ ഉള്ളതാണ്, ഓടാന്ന് പറയും. അങ്ങനെ കേരളത്തിൽ ക്രിസ്ത്യൻ ഒരുപാട് സ്ഥാപനങ്ങളിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ട്. എന്ത് പറഞ്ഞപ്പോഴാണ് ഓടിച്ചു വിട്ടേ? പറ. യേശുവിനെ പറഞ്ഞപ്പോൾ. എവിടുന്നാണ് ഓടിച്ചു വിട്ടേ? അതിന് മേളിൽ അതിന് മേളിൽ കുരിശുണ്ട്, കർത്താവിൻ്റെ പടവുണ്ട് അവിടെ. അവിടുന്ന് ഓടിച്ചു വിട്ട് എന്തുകൊണ്ടെന്നറിയാമോ? അവർക്ക് സുവിശേഷത്തിൻ്റെ വില അറിഞ്ഞൂടാ. അവർ സുവിശേഷത്തെ കാണുന്നത്, ബൈബിളിനെ കാണുന്നത് ഖുറാനെ പോലെയും ഭഗവത്ഗീതയെ പോലെയാണ്, ഒരുപോലാണ്. അതിനേക്കാൾ മെച്ചമുണ്ടെന്ന് അവർക്കൊരു ചിന്തയില്ല. അതിൻ്റെ കാരണം അവർക്കത് അകത്ത് മനസ്സിലായിട്ടില്ല. ഈ ലോകത്തിൻ്റെ ദേവൻ, അതായത് ഒരു കാര്യം കർത്താവിന് വേണ്ടി ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന എന്താ? ഇപ്പോൾ സുവിശേഷം പ്രസംഗിച്ചാൽ, ഇപ്പോൾ മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഒരു ഹൈന്ദവ സഹോദരനോ ഒരു മുസ്ലിം സഹോദരനോ മാമോദീസ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ മാമോദീസ കൊടുക്കും. ഇപ്പോൾ ചില ആളുകൾ പറയും, അങ്ങനെ കൊടുക്കരുത്, നമ്മുടെ പള്ളിയിൽ കൊടുക്കരുത്. എന്താ കൊടുക്കരുതാത്തത്? അങ്ങനെ കൊടുത്താൽ അവർ നിങ്ങളുടെ സ്ഥാപനം വന്ന് അടിച്ച് തകർക്കും. അപ്പോൾ നമുക്ക് സ്ഥാപനം തകർക്കപ്പെടും. മനസ്സിലായി? നമ്മൾ പണിഞ്ഞ കെട്ടിടം തകർക്കപ്പെടും, അത് ഡാമേജ് വരും, അല്ല നമ്മുടെ സ്കൂളിന് പ്രശ്നം വരും, അല്ല നമ്മുടെ ആശുപത്രിക്ക് പ്രോബ്ലം വരും, അല്ലെ നമ്മുടെ അക്കൗണ്ട് മരവിപ്പിക്കും. ഇത് പേടിച്ചിട്ടാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ, അതായത് ഈ ലോകത്തിൽ എന്തോ നഷ്ടപ്പെടാനുണ്ട് എന്ന് പേടിപ്പിക്കുന്ന ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കി. പറഞ്ഞ ഹല്ലേലൂയ. സുവിശേഷത്തിൻ്റെ വില മനസ്സിലാകാത്തതിൻ്റെ കാരണം ഈ ലോകത്തിൻ്റെ അരൂപിയാണ്. അതുകൊണ്ട് അതിനെ ഒന്ന് കാണാൻ പോവാണ് നമ്മൾ. പറഞ്ഞ ഹല്ലേലൂയ. എഫേസോസ് 2:2 പെട്ടെന്ന് എടുത്തോ. എഫേസോസ്
2:2. എഫേസോസ് 2:2 വായിച്ചേ. 1 മുതൽ വായിച്ചോ. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും. കണ്ടോ, അന്ന്, അതായത് ക്രിസ്തുവിൽ നിങ്ങൾ വീണ്ടും ജനിക്കുന്നത് വരെ ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധിപനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. ഇവിടെ പറയുകയാണ്, ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടരുന്നവരിൽ, ലിസൺ ടു മീ, ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടരുന്നവരിൽ അന്തരീക്ഷ ശക്തികളുടെ അധീശൻ പ്രവർത്തിക്കും. ഈ ലോകത്തിൻ്റെ ഗതി, ഈ ലോകം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുക, ഈ ലോകം വിലമതിക്കുന്നതിനെ വിലമതിക്കുക, ഈ ലോകം പുച്ഛിക്കുന്നതിനെ പുച്ഛിക്കുക. എന്നോടൊരു മനുഷ്യൻ പറഞ്ഞു, അച്ഛാ, ഇവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെന്നല്ല, എന്നോട് പറഞ്ഞ മനുഷ്യൻ പറയുകയാണ്, ഇവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവനെ കണ്ടാൽ, ബൈബിൾ കൊണ്ട് നടക്കുന്നവനെ കണ്ടാൽ, കുരിശ് ധരിച്ച് നടക്കുന്നവനെ കണ്ടാൽ അവനെന്തോ പിരിയിളകിയിരിക്കുന്നതാണ് ആളുകളുടെ വിചാരം. അവൻ നോർമൽ അല്ലെന്നാണ് ആളുകളുടെ വിചാരം. ആരാണ് നോർമൽ? കുരിശിടാത്തവൻ, ബൈബിൾ കൈകൊണ്ട് തൊടാത്തവൻ, പള്ളിയിൽ പോവാത്തവൻ, പോയാൽ തന്നെ വെളിയിൽ നിൽക്കുന്നവൻ, അവനാണ് നോർമൽ. ഇതാണ് ഈ ലോകത്തിൻ്റെ ചിന്താഗതി. ലോകം പ്രാർത്ഥിക്കുന്നവൻ, ദൈവത്തെ ആരാധിക്കുന്നവൻ, ദൈവത്തെ സ്തുതിക്കുന്നവൻ, നിത്യാരാധന ചാപ്പലിൽ പോകുന്നവൻ, പിള്ളേരെ കൊണ്ട് കുർബാനയ്ക്ക് പോകുന്നവൻ, ഇവനൊക്കെ നോർമലല്ല ഈ ലോകപ്രകാരം. ദൈവത്തെ ആരാധിക്കുന്നത് എന്തോ ഒരു കുറവാണ്, ദൈവത്തെക്കുറിച്ച് പറയുന്നത് എന്തോ ഒരു കുറവാണ്, ദൈവനാമത്തിൽ നടക്കുന്നത് എന്തോ ഒരു കുറവാണ്. ക്രിക്കറ്റുകാരൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഫുട്ബോളുകാരൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, സിനിമാക്കാരൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, കർത്താവിൻ്റെ പുറകെ പോയാൽ നാണക്കേടാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് ഈ ലോകത്തിൻ്റെ ചിന്താഗതി. ലോകം ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്ന് അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇത് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, അപ്പം ഈ ലോകത്തിൻ്റെ ഒരു അരൂപി എല്ലായിടത്തും ഉണ്ട്. നമുക്ക് ആദ്യം ഫൈറ്റ് ചെയ്യാനുള്ളത് ഈ ലോകാരൂപിയോടാണ്. ഈ ലോകാരൂപിയോട് യുദ്ധം ചെയ്യുമ്പോഴാണ് പിടിയിട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ലോകത്തിൻ്റെ ഒരു അരൂപി, ലോകം നമ്മുടെ തലയ്ക്കകത്ത് ഇഷ്ടം കയറി കിടക്കാണ്. ലോകം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വിശ്വാസമാണ്. അതായത് അത്യാവശ്യം പള്ളിയിലൊക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കുക, അങ്ങനെ അല്ലാതെ അതിന് അപ്പുറത്തോട്ടൊന്നും പോകാൻ പാടില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകത്തിൽ ഇങ്ങനൊരു സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു സ്പിരിറ്റ് അത് അമേരിക്കയിൽ ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് നല്ല ഭരണാധികാരികൾ, ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ല ഭരണാധികാരികൾ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ്? ഈ രാജ്യത്തെ വിശ്വാസത്തെ അക്നോളജ് ചെയ്യുന്ന, അപ്രീഷിയേറ്റ് ചെയ്യുന്ന, മനസ്സിലായോ, വേദോത്സവം പിടിച്ച് നടക്കാൻ മടിയില്ലാത്ത ഭരണാധികാരികൾ വരണം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അല്ലാതുള്ളവർ വന്നിട്ട് പേരിനൊക്കെ വിശ്വാസിയായവൻ, പേരിന് ക്രിസ്ത്യനായവൻ ഒന്നും ഭരണത്തിൽ വന്നിട്ട് കാര്യമില്ല. കർത്താവിനെ ഏറ്റുപറയണം, ദൈവത്തെ ഏറ്റുപറയണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, അതിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതിന് സാധിക്കാത്തതിൻ്റെ കാരണമാണ് ഈ പറയുന്നത്. ഈ ലോകം മുഴുവൻ ഇവൻ്റെ ഒരു പ്രഭാവലയം ഉണ്ട്. അതെന്തുകൊണ്ടെന്നറിയാമോ? അതിനൊരു കാരണമുണ്ട്. ഇത് പിശാച് ഈ ലോകത്തിൽ പ്രവർത്തിക്കാൻ ദൈവം സമയം കൊടുത്തിട്ടുള്ളൊരു കാലമാണിത്. വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാമത്തെ അധ്യായം, വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. വെളിപാട് 12:1 മുതൽ. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ
കാണപ്പെട്ടു. ഇതാ, അതായത് സ്വർഗത്തിൽ കാണുകയാണ് അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും തലയിൽ 7 കിരീടങ്ങളും. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ, അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ട് കൊണ്ട് ഭരിക്കാനുള്ളവനാണവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. എവിടോട്ടാ? നരകത്തിലോട്ടല്ല. എവിടോട്ട് വലിച്ചെറിയപ്പെട്ടു? അവനുണ്ട് ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ? അതായത് അവനൊരു പ്രഭാവലയം ഇവിടെയുണ്ട്. കാരണം അവനെ അന്ത്യത്തിൽ പരാജയപ്പെടുത്തി നിത്യ നരകത്തിലേക്ക്, നിത്യ അഗ്നി തടാകത്തിലേക്ക് എറിയുന്നത് വരെ സാത്താൻ എവിടെയാ ഉള്ളേ? ഭൂമിയിലാ ഉള്ളേ. അതുകൊണ്ട് ഈ ദൈവരാജ്യത്തിനെതിരെയുള്ള ചിന്താഗതികളെയെല്ലാം അവൻ വളർത്തിക്കൊണ്ടേയിരിക്കും, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവരാജ്യത്തിനെതിരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അവൻ പ്രൊമോട്ട് ചെയ്യും. കാരണം അവൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഭൂമിയിലാണ്. അവൻ്റെ ഭരണം ഭൂമിയിലെയും അവനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു അരൂപി എല്ലായിടത്തും ഉണ്ട്. മനസ്സിലായി? പള്ളിക്കകത്തുമുണ്ട്, പള്ളിക്ക് പുറത്തുമുണ്ട്, സഭയ്ക്കകത്തുമുണ്ട്, സഭയ്ക്ക് പുറത്തുമുണ്ട്, ലോകത്തിലുമുണ്ട്, ദൈവമക്കളുടെ ഇടയിലുമുണ്ട്. എല്ലായിടത്തും ഇങ്ങനൊരു ചിന്താഗതിയുണ്ട്. എന്താണെന്നറിയാം? ദൈവരാജ്യത്തിനെതിരെയുള്ള ചിന്താഗതി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് 1 കൊരിന്തോസ് 2-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. 1 കൊരിന്തോസ് നാം വായിച്ചോ. 1 കൊരിന്തോസ് 2:12 നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ അരൂപിയല്ല. അതായത് നമ്മളിൽ പ്രവർത്തിക്കുന്നത് ലോകത്തിൻ്റെ അരൂപിയല്ല, മറിച്ച് പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ലൗകിക മനുഷ്യന് നിർത്തിക്കേ ലൗകിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ അരൂപി പ്രവർത്തിക്കുന്ന മനുഷ്യൻ. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അതായത് ദൈവിക കാര്യങ്ങൾ പറയുമ്പോൾ അത് ഈ ലോകത്തിൻ്റെ അരൂപി പ്രവർത്തിക്കുന്ന മനുഷ്യന് അത് ഫൂളിഷ്നെസ്സാണ്, അത് വിഡ്ഢിത്തമാണ്. അവനെ സംബന്ധിച്ച് അതിന് ഒരു വിലയില്ല. അതുകൊണ്ട് അവൻ അത് സ്വീകരിക്കുന്നില്ല. ആരാണ് സ്വീകരിക്കാത്തത്? ലൗകിക മനുഷ്യൻ. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഇരിക്കാവോ? ഇപ്പം നമ്മൾ പറഞ്ഞത് ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കിയതുകൊണ്ട് സുവിശേഷത്തിൻ്റെ നിഗൂഢമായ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ പിശാചിൻ്റെ ഈ ലോകത്തിൻ്റെ അരൂപിയുടെ പ്രവർത്തനം
സജീവമായിട്ട് നിലനിൽക്കുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളതിനോട് എങ്ങനെ യുദ്ധം ചെയ്യണം എന്നതിനെക്കുറിച്ച് തിരിച്ചറിയേണ്ടത്. ഒരു വചനം വായിക്കാം. 1 യോഹന്നാൻ 5-ാമത്തെ അധ്യായം. 1 യോഹന്നാൻ, 1 John chapter 5. 1 യോഹന്നാൻ 5 വാക്യം 19. 1 യോഹന്നാൻ 5:19 വായിക്കാമോ? നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. കണ്ടോ, ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിനകത്താണ്. ലോകം, ഇവിടെല്ലാം ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഉപയോഗിക്കുന്നത് ലോകം എന്നുദ്ദേശിക്കുന്നത് ഈ ലോകത്തിൻ്റെ അരൂപി നിറഞ്ഞിരിക്കുന്ന അവസ്ഥ, അങ്ങനെ ഇരിക്കുന്ന ആളുകൾ, സംവിധാനങ്ങൾ, ലോകപ്രകാരം ചിന്തിക്കുന്നവർ, സുവിശേഷം അനുസരിച്ച് ചിന്തിക്കാത്തവർ, ദൈവവചനത്തിൻ്റെ വില അറിയാത്തവർ, ദൈവിക കാര്യങ്ങളുടെ വില മനസ്സിലാകാത്തവർ, ഈ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്ന് നാം അറിയുന്നു. എന്നോടൊന്ന് വായിച്ചത്, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് അപ്പസ്തോലന്മാരെ അയക്കുന്ന സമയത്ത് അവർക്ക് ആദ്യം കൊടുത്ത അധികാരം എന്തിനുള്ള അധികാരമായിരുന്നു? പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരമായിരുന്നു. വായിക്കാം. ലൂക്ക 9:1. ലൂക്ക് 9:1. ലൂക്ക 9:1. ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലായതുകൊണ്ടാണ് കുമ്പസാരിക്കേണ്ടവർക്ക് ഈ 2 ഭാഗത്തും അച്ഛന്മാർ കുമ്പസാരിപ്പിക്കാൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫെഷൻ ആവശ്യമുള്ളവർക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അച്ഛന്മാർ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ പുറകിലത്തെ ബെഞ്ചിലേക്ക് പോയിരിക്കുക. എന്നിട്ട് അവിടുന്ന് കുമ്പസാരിക്കാനായിട്ട് പോകാവുന്നതാണ്. അപ്പോൾ വായിച്ചെന്ന്, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ലൂക്ക 9:1. അത് വായിച്ചേ. ലൂക്ക 9:1 വായിച്ചേ. അവൻ 12 പേരെ വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഹല്ലേലൂയ. അതായത് സകല പിശാചുക്കളുടെ മേലും അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഈ ലോകത്തിൻ്റെ അരൂപി, ലോകത്തിലുള്ള പൈശാചിക അരൂപി ശക്തമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് കർത്താവ് അപ്പസ്തോലന്മാരെ അയക്കുന്ന സമയത്ത് അവർക്ക് ആദ്യം കൊടുത്ത അധികാരം പിശാചിൻ്റെ മേലുള്ള അധികാരമാണ്. എന്നിട്ട് അപ്പസ്തോലന്മാർ മടങ്ങി വരുമ്പോൾ 10-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. ലൂക്ക 10:17 വായിക്കാം. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഒന്നും ഞങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്ന് പറഞ്ഞേ. ഒന്നും ഞങ്ങളെ ഉപദ്രവിക്കുകയില്ല പറയാവോ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എവിടുന്നാ ഉപദ്രവിക്കുന്നതെന്ന് അറിയത്തില്ല. നല്ലതായിട്ട് പറ, ഒന്നും ഞങ്ങളെ ഉപദ്രവിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇത് പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്താണ് ഈശോ വിടുന്നത്. ഇനി മത്തായി 28:18 വായിച്ചേ. മത്തായി 28:18. മാത്യു 28:18. മത്തായി 28:18 വായിച്ചേ. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക്. അതായത് ഈ ലോകത്തിൻ്റെ അരൂപി പ്രവർത്തിക്കുന്നത് കൊണ്ട് ആ ലോകത്തിലേക്ക് ശിഷ്യന്മാരെ അയക്കുന്ന സമയത്ത് യേശു പറയുകയാണ്, നിങ്ങൾ പേടിക്കണ്ട, അതിന് മുകളിലുള്ള അധികാരം എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്നർത്ഥത്തിലാണ് അവിടെ ഈ എല്ലാ അധികാരവും യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ.
പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോക അരൂപിയെക്കുറിച്ച് കൂടുതൽ ധാരണയുള്ളവരായി നമ്മൾ ഈ ലോകത്തിൻ്റെ അരൂപിയെ കീഴ്പ്പെടുത്താനായിട്ട് പരിശ്രമിക്കണം. നമുക്ക് ചില വചനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് വായിക്കേണ്ടത് 1 യോഹന്നാൻ 2-ാം അധ്യായം 15, 16, 17. 1 യോഹന്നാൻ 2-ാം അധ്യായം 1 യോഹന്നാൻ 2-ാം അധ്യായം 15, 16, 17 വായിച്ചേ. അപ്പോൾ ഈ ലോകാരൂപിയുടെ പ്രത്യേകതകൾ ഇനി പറയുകയാണ്. നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ ഉപയോഗിക്കരുത്. ആണോ? ലോകത്തിലുള്ള ഒരു വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കരുത്, ആണോ? അതാണ്. അതായത് ലോകാരൂപിയെ നമ്മൾ നേരിടാൻ ദൈവം പറഞ്ഞു തരുന്ന വഴികളിൽ ആദ്യത്തേത്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. നമ്മുടെ ഹൃദയം ലോകത്തിലോ ലോക വസ്തുക്കളിലോ വെച്ച് ജീവിക്കരുത്. ലോകത്തെയോ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞില്ലേ, അതായത് നിങ്ങളുടെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് അത് ഒരിക്കലും പറയരുത് കേട്ടോ, ഒരിക്കലും പറയരുത്. നിന്നെ ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവൻ്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറരുത്, നിന്റെ ഉടുപ്പെടുക്കുന്നവന് തുടുപ്പെടുത്തടിക്കുക, പിന്നെ നിന്റെ ഉടുപ്പെടുക്കുന്നവന് മേലങ്കിയോട് കൊടുക്കുക, 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ ന്യൂജേഴ്സി വരെ പോകാൻ പറയുന്നവൻ്റെ കൂടെ ന്യൂയോർക്ക് വരെ പോവുക, അല്ലേ? പിന്നെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ നിങ്ങളുടെ ബൈബിളിൽ ഇല്ല ഇതൊന്നും? അതോ പറയാത്താണോ? ചെയ്യണമെന്നില്ല വിചാരിച്ച് പറയാത്താണോ? നിങ്ങളെ ആലോചിച്ച് നോക്കി, ഇതെല്ലാം പറയുകയാണ്. നിന്നെ ചോദിക്കുന്നവന് കൊടുക്കുക. മനസ്സിലായോ? ഇപ്പം നിന്നോട് $100 ചോദിച്ചാൽ എന്ത് ചെയ്യുക? കൊടുക്കുക. ചോദിക്കുന്നവന് കൊടുക്കുക. ഓക്കെ, ഓക്കെ. പിന്നെ അടുത്തത്, നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരിച്ച് പോകുന്ന പോക്കിൽ ഒരുത്തിന് ഇത് എടുത്തുകൊണ്ട് പോവുക, അവനോട് എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിക്കരുത്. ഇത് എൻ്റെ പേരൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരിച്ച് ചോദിക്കരുത്. വായ്പ വാങ്ങാൻ അവൻ വരുന്ന കാണുമ്പോഴേ അറിയാം എന്തിനു വരിക, അവൻ കാശ് ചോദിക്കാൻ വരികയാണ്. അപ്പം തന്നെ കട്ടിലിനടി കയറി ഇരുന്നിട്ട് പിള്ളേരോട് പറയരുത്, പപ്പ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു തരും മോളെ എന്ന് പറഞ്ഞ് വിടരുത്. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവൻ്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതെല്ലാം എന്താ ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം എന്താ ഉദ്ദേശിക്കുന്നത്? ലോകത്തെയോ ലോക വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. പണത്തെ, പറമ്പിനെ, വീടിനെ, മനസ്സിലായോ? നാട്ടിലൊക്കെ കാട് പിടിച്ചൊക്കെ കിടപ്പില്ലേ സ്ഥലങ്ങൾ, 10-15 കൊല്ലമായിട്ട് തിരിഞ്ഞു നോക്കാത്ത സ്ഥലങ്ങൾ. എന്നാലും ആർക്കും കൊടുക്കരുത്. മനസ്സിലായോ? ജന്മത്തിന് അങ്ങോട്ട് പോകാൻ ആരുമില്ല. പിള്ളേർ ഒരിക്കലും അങ്ങോട്ട് പോത്തേ ഇല്ല. അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കൊന്നാൽ പോലും അമ്മച്ചിയുടെ ആ ഓണം കയറാൻ മൂലയിൽ ഞങ്ങൾ പോത്തില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആർക്കും പറയേച്ചി കൊടുക്കരുത്, ആർക്കും കൊടുക്കരുത്. മനസ്സിലായോ? എന്നാലും 5 സെൻറ്റ് വീടില്ലാത്തവന് കൊടുക്കരുത്, ഒരു കാരണവശാലും കൊടുക്കരുത്. ലോകത്തെയോ ലോകവസ്തുക്കളെയോ നിങ്ങൾ പറഞ്ഞേ ഹല്ലേലൂയ. കൊടുക്കരുത് കേട്ടോ, ആർക്കും ഒന്നും കൊടുക്കരുത്. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായില്ലേ? ആർക്കും കൊടുക്കാതെ, മനസ്സിലായി, ഒരു നാരങ്ങ വെള്ളം പോലും കുടിക്കാതെ, നല്ലൊരു ബെന്നിൻ വാങ്ങിച്ചിടാതെ എന്ത് ചെയ്തു? കൂട്ടി വെച്ചിട്ട് അവസാനം അറിയാമല്ലോ ഓൾഡ് ഏജ് ഹോമിലൊക്കെ കൊടുക്കേണ്ട പൈസയുടെ വലിപ്പം എത്രയാന്ന് അറിയാവോ? പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ പറയാൻ എന്താ മടി? സ്നേഹിക്കരുത്. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ഇതാണ് പ്രശ്നം. ലോകത്തെ സ്നേഹിച്ചാൽ, ഞാൻ പറയുന്നത് ബാങ്കിൽ പണം സൂക്ഷിക്കാവോ?
സൂക്ഷിക്കുന്നത് തെറ്റാണോ? തെറ്റല്ല. ബാങ്ക് ബാലൻസ് തെറ്റാണോ? തെറ്റല്ല. വസ്തു വാങ്ങിക്കുന്നത് തെറ്റാണോ? തെറ്റല്ല. വീട് വാങ്ങിക്കുന്നത് തെറ്റാണോ? ഇതൊന്നുമല്ല പറയുന്നേ. മറിച്ച് നിങ്ങളുടെ ഹൃദയം അതിനകത്ത് ഇട്ട് ലോകമേന്ന് പറഞ്ഞ് ജീവിക്കരുത്. ലോകത്തെ നോക്കി ജീവിക്കരുത്. ലോകത്തെ സ്നേഹിച്ച് ജീവിച്ചാൽ അങ്ങനെയുള്ളവരിൽ പിതാവിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ ഈ ഒരു സഹോദരൻ ഒരിക്കൽ 3 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് എൻ്റെ നിന്ന് ഒരു 5 ലക്ഷം രൂപ വാങ്ങി. ഞാൻ മാറിവാനസ് കോളേജിൽ നിന്ന് എല്ലാം ഇറങ്ങി ധ്യാന കേന്ദ്രവും സുവിശേഷ വേലയൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോൾ എനിക്കൊരു കാറുണ്ടായിരുന്നു. അത് ഞാൻ വിറ്റു. അപ്പോൾ അതിൻ്റെ മിച്ചം വന്ന 5 ലക്ഷം രൂപയാണ് എൻ്റെ കയ്യിലിരുന്നത്. അപ്പോൾ ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒരു 2 ലക്ഷം രൂപ വായ്പ തരാമെന്ന് ചോദിച്ചു. നമ്മൾ കൈ കാശ് വെച്ചിട്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? വണ്ടി വിറ്റെന്നറിഞ്ഞ് ചോദിച്ചൊന്നുമല്ല. ആ സമയത്ത് അങ്ങനെ ആകസ്മികമായിട്ട് അങ്ങനെ വന്നതാണ്. അങ്ങനെ ചോദിച്ചു 5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ തരാമെന്ന് ചോദിച്ചു. അവൻ ഞാൻ പറഞ്ഞു, നിനക്ക് ശരിക്കും എത്ര വേണ്ടെന്ന് ചോദിച്ചു. വേണ്ടത് 5 പിന്നെ അച്ഛൻ്റെ ഇല്ലാത്തോണ്ട് 2. ഞാൻ പറഞ്ഞു 5 തരാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. 3 ആഴ്ച കഴിഞ്ഞ് തരാമെന്നാണ് പറഞ്ഞത്. 2016, 17, 18, 19, 20, 21, 22, 23, 24 8 കൊല്ലം ഇതുവരെയും തന്നിട്ടില്ല. നിങ്ങളുടെ വല്ല ബന്ധുക്കൾ വന്നെങ്കിൽ നിങ്ങൾ തരണം. അതിനായി പറഞ്ഞ് കേട്ടോണേ. 8 കൊല്ലമായിട്ട് ഇതുവരെയും തന്നിട്ടില്ല. മനസ്സിൽ ഇത്രയും സന്തോഷത്തോടെ കാശ് പോയ കാര്യം വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടോ? ഇതുവരെയും തന്നിട്ടില്ല. അപ്പം ഞാനൊരിക്കലും അച്ഛന്മാരുടെ ഒരു ധ്യാനത്തിന് ഇത് ഞാൻ പറഞ്ഞു. എന്ത്? അച്ഛന്മാരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഒരു വചനം വിശദീകരിച്ചപ്പോൾ ഇത് പറഞ്ഞു. കേട്ടോണേ. അത് കഴിഞ്ഞപ്പോൾ ഒരു അച്ഛൻ എൻ്റെ അടുത്ത് വന്നു. മനസ്സിലായി? കത്തോലിക്ക സഭയിൽപ്പെട്ട ഒരു അച്ഛനല്ല, വേറൊരു സഭയിൽപ്പെട്ട അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഒരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യുകയായിരുന്നു. അവിടുന്ന് ഞാൻ അച്ഛനെ മനസ്സിലാവാതിരിക്കാൻ വേണ്ടി അച്ഛനുമായി ബന്ധപ്പെട്ട സൂചനകളെല്ലാം ഒഴിവാക്കിയേ പറയത്തുള്ളൂ. അപ്പോൾ അവിടുന്ന് അച്ഛനൊരു വലിയ ദൈവരാജ്യത്തിന് വേണ്ടി വലിയൊരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് നാട്ടിലേക്ക് വരുന്നത്. അതിനുവേണ്ടി അച്ഛൻ 65 ലക്ഷം രൂപ അച്ഛൻ്റെ കയ്യിലുണ്ട് അത് ചെയ്യാൻ വേണ്ടി. വിദേശത്തു നിന്ന് അച്ഛൻ വർഷങ്ങൾ ജോലി കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ അച്ഛന് നാട്ടിൽ കർത്താവിന് വേണ്ടി ഒരു വലിയ സംരംഭം തുടങ്ങാനാണ് അച്ഛൻ വരുന്നത്. 65 ലക്ഷം രൂപ അച്ഛൻ്റെ കയ്യിലുണ്ട്. അച്ഛന് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബം ഒരു എമർജൻസിയിൽ ആദ്യം 25 ലക്ഷം രൂപ ചോദിച്ച് അച്ഛൻ കൊടുത്ത്, പിന്നെ ആ 25 ലക്ഷം രൂപ പിന്നെ തിരിച്ച് ഒരാഴ്ച കഴിഞ്ഞങ്ങോട്ട് തിരിച്ചു തരാം. പിന്നെ അത് തിരിച്ച് കിട്ടാൻ വേണ്ടി വേറെന്തോ ഒരു കാര്യം അങ്ങനെ വീണ്ടും 25 കൊടുത്ത്, ചുരുക്കി പറഞ്ഞാൽ 65 കൊടുത്തു. അച്ഛൻ എന്നോട് പറഞ്ഞു, നിനക്ക് 5 പോയുള്ളൂ, എൻ്റെ 65 പോയെന്ന്. എൻ്റെ വിഷമം എങ്ങനെ പോയെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ അത്? നമ്മൾ സ്കൂളിലൊക്കെ തോറ്റിട്ട് പരീക്ഷയ്ക്ക് തോറ്റിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പം തോറ്റെന്ന് പറയുമ്പം അങ്കക്കലി പൂണ്ട് അമ്മ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പറയത്തില്ല, ഞാൻ മാത്രമല്ല എല്ലാവരും തോറ്റ്. എല്ലാവരും തോറ്റെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ വിഷമം അതോടെ പോയി. മനസ്സിലായോ? നമ്മൾ തോറ്റതില്ലല്ലോ വിഷമം. നമ്മൾ തോറ്റേൻ്റെ സങ്കടം മാറുന്ന എല്ലാവരും തോറ്റെന്നറിയും എന്ന് പറഞ്ഞ പോലെയാണ്. അച്ഛൻ 65 പോയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ 5 ലക്ഷം പോയ സങ്കടം എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞൂടാ. ഞാൻ പറയാൻ വന്നതെന്നറിയോ? ആ അച്ഛൻ എൻ്റെ മുമ്പിലിരുന്ന് എന്നോട് പറഞ്ഞു, 65 പോയത് കൊണ്ട് എനിക്ക് കർത്താവിനെ കിട്ടിയെന്ന് പറഞ്ഞു. 65 ലക്ഷം പോയോണ്ട് ഞാൻ ഇന്നതാ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നെന്ന് പറഞ്ഞു. ലോകത്തെയോ ലോക വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ലോകത്തെയോ ലോകവസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. 2 തിമോത്തി 3-ാം അധ്യായം 2 തിമോത്തി 3-ാം അധ്യായം 2 തിമോത്തി 3-ാം അധ്യായത്തിൽ 1 മുതൽ വായിക്കാം.
ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികൾ, ധനമോഹികളും, അഹങ്കാരികളും, ഗർവിഷ്ഠരും, ദൈവദൂഷകരും, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും, കൃതജ്ഞരും, വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അതായത് ഈ അവസാന നാളുകളിൽ പറയുകയാണ്, ലോകത്തെ സ്നേഹിക്കുന്നവർ, സ്വാർത്ഥ സ്നേഹികൾ, അതുപോലെ തന്നെ ധനമോഹികൾ, ഇങ്ങനെയുള്ള മനുഷ്യർ ഉണ്ടാകും. ഇങ്ങനെയുള്ള മനുഷ്യർ വർദ്ധിച്ചു വരും. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അവരെന്ത് ചെയ്യുന്നറിയാമോ? വായിക്കാം 5-ാമത്തെ വാക്യം. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. ഭക്തിയുടെ ബാഹ്യരൂപങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. അങ്ങനെയുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുക. 2 പത്രോസ് 1-ാം അധ്യായം, 2 പത്രോസ് 1-ാം അധ്യായം, 2 Peter chapter 1 verse 4. 2 പത്രോസ് 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. ദുരാശ മൂലം, വായിച്ചേ, ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ദുരാശ മൂലം ലോകത്തിൽ ഉണ്ടാവുന്ന വിനാശം. ലോകത്തിലെ ഈ വിനാശം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ദുരാശ, ലോകത്തോടുള്ള അമിതമായ മമത, ലോകത്തിനോട് കാണിക്കുന്ന അമിതമായ ദുരാശ, താല്പര്യം. അപ്പം അതിൽ നിന്ന് ഉണ്ടാവുന്ന വിനാശം, അതിനെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. 1 കൊരിന്തോസ് അത് നമ്മൾ വായിച്ചാണല്ലോ. 1 കൊരിന്തോസ് 3-ാം അധ്യായം നമ്മൾ വായിച്ചതാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, വിധക്കാരൻ്റെ ഉപമയുടെ വിശദീകരണം പറയുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കാമോ? എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും, മനസ്സിലായത്? അതായത് ദൈവവചനം ഒരിക്കലും അകത്ത്, ദൈവവചനം പ്രവേശിക്കാൻ കഴിയാത്ത വിധം, ഫലമുണ്ടാകാത്ത വിധം, അത് മുരടിച്ചും മരവിച്ചും തകർന്നും പോകാൻ ഇടയാകുന്നത് ഈ ലൗകിക വ്യഗ്രത. എന്താണ് ആ വാക്ക്? ലൗകിക വ്യഗ്രത. ലൗകിക വ്യഗ്രത. ഈ ലോകം ഇങ്ങനെ തലയ്ക്കകത്ത് കയറി കിടന്നാൽ ഒരു ദൈവിക കാര്യവും അകത്ത് കയറത്തില്ല. ലോകം ഇങ്ങനെ തലയ്ക്കകത്ത് കയറി കിടന്നാൽ മനസ്സിലായോ? നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നത് പോലും എന്തിനായിരിക്കും? ലൗകിക കാര്യങ്ങൾക്കായിരിക്കും പ്രാർത്ഥിക്കാൻ വരുന്നത് പോലും. എൻ്റെ ഒരു സുഹൃത്ത് സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ധ്യാനകേന്ദ്രത്തിൽ വരുന്ന ആളായിരുന്നു നാട്ടിലുണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു, എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അടുത്ത പ്രാവശ്യം ഞാൻ കാണത്തില്ലെന്ന് പറഞ്ഞു. എന്താ വരാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു അമ്മച്ചിയും കൊണ്ട് ചങ്ങനാശ്ശേരി അപ്പുറത്ത് ഒരു സ്ഥലത്ത് അമ്മച്ചിക്ക് തന്നെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് അമ്മച്ചി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ യേസ് പറഞ്ഞു പോയി, അതുകൊണ്ട് വരാൻ പറ്റത്തില്ല. ഓക്കെ, എന്നാൽ പോയിട്ട് വരാൻ പറഞ്ഞു. പോയിട്ട് ആൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അമ്മച്ചിയും കൊണ്ട് പോയോ ചങ്ങനാശ്ശേരിയിൽ? പോയി. എന്തിനാ പോയേ? എന്തായിരുന്നു ആവശ്യം? വല്ല ആശുപത്രി കേസോ എന്തായിരുന്നു അമ്മച്ചിക്ക്? ഒന്നും പറയണ്ട അച്ഛാ. ഈ പോയ അമ്മച്ചി എന്താണെന്നറിയാം, പൈസ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് മെത്തയ്ക്കകത്ത് പഞ്ഞിക്ക് പകരം ഈ പൈസയാണ് വെച്ചേക്കുന്നത്, അതിൻ്റെ മെത്ത. അങ്ങനത്തെ അമ്മച്ചിയാണ്. അതുപോലെ കാശിൻ്റെ മേളിൽ കിടക്കുന്ന അമ്മച്ചിയാണ്. ഈ അമ്മച്ചി എന്തിനാ പോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്തോ ഒരു ലോട്ടറി എങ്ങാണ്ട് എടുത്തിട്ടുണ്ട്. ഈ എയർപോർട്ടിലൊക്കെ കിട്ടുന്ന എന്തൊരു സാധനമില്ലേ, നിങ്ങൾക്കറിയാമോ? എനിക്ക് അറിഞ്ഞൂടാ. എന്താ എൻ്റെ പേര്? പിറ്റിയോ? ബിഗ് ടിക്കറ്റ്. നീ എടുത്തിട്ടുണ്ടോ? അതായത് പേരൊക്കെ അറിയാമല്ലോ. അപ്പോൾ എന്താണ് എൻ്റെ പേര്? അങ്ങനെ നിങ്ങൾക്കറിയാം. സംഭവം മനസ്സിലായോ? ഈ ഭയങ്കര മില്യൻസ് ഒക്കെ അടിക്കുന്നേ ഇങ്ങനെ ഈ എയർപോർട്ടിലൊക്കെ ഉണ്ടെന്ന് എനിക്ക്
ജാക്ക് പോട്ട്. ജാക്ക് പോട്ട്. ഓക്കെ. അപ്പോൾ കേട്ടോണേ, ഇത് ഏതാണ്ട് അമ്മച്ചി എടുത്തിട്ടുണ്ട്. ഞാൻ കുറ്റം പറയല്ല, ഈ അമ്മച്ചി അതുപോലെ കാശാണ്. ഇനി മരിക്കാൻ കഷ്ടിച്ചൊരു 70 ദിവസം കൂടെ കാണും. അല്ല അങ്ങനല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഏതാണ്ട് അതൊക്കെ ഏതാണ്ട് ഇങ്ങനെ നമുക്കറിയാമല്ലോ, ഇങ്ങനെ അടഞ്ഞു തീരാറായെന്നറിയാമല്ലോ. അങ്ങനത്തെ ടുവേഴ്സ് ദ എൻഡ്, സന്ധ്യയാവാറായി. ചങ്ങനാശ്ശേരി അപ്പുറത്തെങ്ങാണ്ട് ഒരു പ്രായമുള്ള അച്ഛൻ, പ്രാർത്ഥിക്കുന്ന അച്ഛനുണ്ട്. അച്ഛനെ കൊണ്ട് ഇത് പ്രാർത്ഥിപ്പിക്കാൻ പോയതാണ്, ഇത് അടിക്കാൻ വേണ്ടി. ചിരിച്ചവരെല്ലാം ഒരു സത്യം മനസ്സിലായിക്കോ, അമ്മച്ചിന്ന് ഞാൻ ചുമ്മാ പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെയാണ്. ദേ കേട്ടോണേ, ലൗകിക വ്യഗ്രത. ഒരു വചനം കിടപ്പുണ്ട്, ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരില്ല. ധനമോഹിക്ക് പണം കൊണ്ട് എത്ര പണം ഉണ്ടായാലും തൃപ്തി വരില്ല. പണം ഉണ്ടാക്കണ്ടെന്നല്ല, പണം വേണം. പക്ഷേ ഇതിനകത്താണ് ഹൃദയം. തലയ്ക്കകത്ത് മുഴുവൻ ഇതാണ്. ഒറ്റ വചനം തലയ്ക്കകത്ത് നിൽക്കത്തില്ല. ദൈവകാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ല. പ്രാർത്ഥിക്കുന്നത് പോലും കാശുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിൻ്റെ അരൂപി, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തിൻ്റെ അരൂപി. ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റ് വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും വായിക്ക് അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ബലശൂന്യമാവുകയും ചെയ്യുന്നു. ലൂക്ക 21:34. ലൂക്ക 21:34. ലൂക്ക 21:34 വായിച്ചേ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ്, അതാണ് കാര്യം, അതാണ് വരയിടേണ്ടത്. എന്ത് സംഭവിക്കും? നിങ്ങളുടെ മനസ്സ്, ആ മനസ്സിനകത്ത് ദൈവികത കയറത്തില്ല. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. കണ്ടോ ആ വാക്ക്, ജീവിത വ്യഗ്രത. ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം, ദൈവത്തിനോ ദൈവകാര്യത്തിനോ വേണ്ടി ഒരു ചിന്തയില്ല. തലയ്ക്കകത്ത് അങ്ങൊരു സാധനമേ ഇല്ല. അപ്പോൾ സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു അരൂപി ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കണം. ഈ ലോക അരൂപി, ലോകത്തിൻ്റെ അരൂപി, ആ അരൂപിക്ക് ദൈവത്തെയോ ദൈവിക കാര്യത്തെയോ വിലയുള്ളതായിട്ട് കാണാൻ പറ്റില്ല. ഇന്ന് അനേകം കുഞ്ഞുങ്ങൾ വൈദികരാവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, സിസ്റ്റേഴ്സ് ആവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ തടസ്സം നിൽക്കുന്നത് പിശാചല്ല, പിന്നെ ആരാ? മാതാപിതാക്കന്മാരാണ്. തടസ്സം നിൽക്കുന്നത് പിശാചല്ല. കേരളത്തിലെ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ അപ്പൻ ഇത് സിസ്റ്ററാവാൻ പോകാമെന്നറിഞ്ഞപ്പോൾ ബോധം കെട്ടു വീണു. ശകലം ബോധം ഉണ്ടായിരുന്നു, അതുകൂടെ പോയി. പക്ഷേ ഈ കൊച്ച് നേരെ മടത്തിപ്പോയി. മടത്തിപ്പോയിട്ട് ഇത് ഓർത്തോർത്തോർത്തോർത്തോർത്ത് അപ്പന് ഇങ്ങനെ ഹാർട്ടിന് ഹൃദയവേദന വന്ന് ഹാർട്ടിന് പ്രശ്നമായി ആശുപത്രി കിടക്കുകയാണ്. അപ്പം മോളെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ട് മോള് വന്നു. നീ സിസ്റ്ററാവാൻ തീരുമാനിച്ചല്ലേ? തീരുമാനിച്ചു. എന്നാൽ ഞാൻ മരിച്ചു പോത്തേ ഉള്ളെന്ന് പറഞ്ഞു. ആ ശരി പപ്പ, സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. തടസ്സം നിൽക്കുക. കാരണം എന്താണെന്നറിയോ? ഈ ലോകത്തിൽ വലിയ ആളാക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ ആളാക്കാൻ.
ദൈവകാര്യത്തിന് മക്കൾ ഇറങ്ങുമ്പോൾ തടസ്സം നിൽക്കുകയാണ്. കാരണം ഈ ലോകത്തിലെ വലിയ വലിയ ആളുകളാക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഒരുപാട് മാതാപിതാക്കന്മാരുടെ തെറി കേട്ടിട്ടുണ്ട്. ഇങ്ങനെ സിസ്റ്ററാവാനും അച്ഛനാവാനും ഒക്കെ പലരെയും നിർദ്ദേശം കൊടുത്തോ അല്ലെങ്കിൽ ഗൈഡ് ചെയ്തോ ഒക്കെ വിട്ടതിൻ്റെ പേരിൽ പേരൻസ് ഒരു മര്യാദയില്ലാത്ത തെറി വിളിച്ചോളെ. കാരണം അവർക്ക് സഹിക്കാൻ പോലും അല്ല, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്താണെന്നറിയാം, ഇത് അയ്യോ ദൈവകാര്യത്തിന് പോവാണോ, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്തോ ഭയങ്കര ദോഷത്തിന് പോകുന്ന പോലെയാണ്, ഇത് നശിച്ചു പോയ പോലെയാണ്. ഇതിനേക്കാൾ ഭേദം നീ ചത്താ കണ്ടാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലാണ്. നീ അച്ഛനാവും പോവാണ്, സിസ്റ്ററാവും പോവാണ്, അയ്യോ ദൈവമേലേക്ക് പോവാണ്. ലോക അരൂപി. സന്തോഷിക്കുകയല്ലേ വേണ്ടേ? മക്കൾ ദൈവകാര്യത്തിന് പോയാൽ ഇപ്പം ഇരുന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ലേ? ഇപ്പോൾ മക്കളൊക്കെ വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പം ഇരുന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സന്തോഷിക്കുകയാണ് വേണ്ടത്, കർത്താവിന് വേണ്ടി ജീവിക്കാൻ. നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, അച്ഛന് ഏറ്റവും വലിയ സന്തോഷം എന്താ? നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണെന്നറിയോ? കത്തോലിക്കാ തിരുസഭയിൽ ഒരച്ഛനായിട്ട് ജീവിക്കാൻ പറ്റി. ഇതിനേക്കാളും വലിയ സന്തോഷം എന്താ? അതിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഒരച്ഛനായിട്ട് ജീവിക്കാൻ പറ്റി. അതുകൊണ്ട് മക്കളാരെങ്കിലും ദൈവവിളി സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണെങ്കിൽ അവരെ തടയരുത്, പ്രോത്സാഹിപ്പിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ അരൂപി ഈ ദൈവമക്കളെ ദൈവിക കാര്യത്തിൽ നിന്നെല്ലാം പിടിച്ച് മാറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ കാരണം, ശ്രദ്ധിച്ചെന്ന് കേട്ടോ, പറയാൻ കാരണം നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വചനമൊക്കെ കേൾക്കുന്നുണ്ടോ ഒന്നും നമ്മൾ ദൈവത്തോടൊപ്പം ആണോയെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ഈ ലോകത്തിൽ തന്നെ കടന്നുകൊണ്ടായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ ആത്മീയ കാര്യങ്ങൾ പലതും ചെയ്യുന്നതിൻ്റെ പിന്നിലും ലൗകിക വ്യഗ്രത തന്നെ ആയിരിക്കും. 100% കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ പറ്റണമെങ്കിൽ ഈ ലോകത്തിൻ്റെ അരൂപി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകണം. അതുകൊണ്ട് ഈ ലൗകിക വ്യഗ്രത, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, ലൗകിക വ്യഗ്രത, മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം, ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റും എന്ന് അറിഞ്ഞ് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് ഏകാഗ്ര ഹൃദയത്തോടെ അങ്ങയെ ശുശ്രൂഷിക്കാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ലൗകിക വ്യഗ്രതകൾ എടുത്തു മാറ്റണമേ. എല്ലാം ദൈവം തരും, ആവശ്യമുള്ളതൊക്കെ തരും. പക്ഷേ നമ്മൾ ലോകത്തിന് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. നമുക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, കർത്താവിനെ മഹത്വപ്പെടുത്തണം, കർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, ദൈവരാജ്യം വളരണം, ദൈവവേല ശക്തി പ്രാപിക്കണം, ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 1000-10,000 യേശുവിനെ അറിയണം, അനേക ചെറുപ്പക്കാരെ കർത്താവിനെ കണ്ടുമുട്ടണം, കുഞ്ഞുങ്ങൾ യേശുവിനെ അറിയണം, എല്ലാവരും യേശുവിനെ ഏറ്റുപറയണം, എല്ലാ സ്ഥലത്തും യേശുവിനെ അറിയുന്ന ആളുകളുണ്ടാവണം. അതിന് എവിടെയായാലും നമ്മൾ കർത്താവിനെ പ്രഘോഷിക്കണം, കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കണം. ഇത് തലയ്ക്കകത്ത് കയറിക്കിടക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ലോകത്തിൻ്റെ അരൂപി മാറിപ്പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എങ്കിലേ നമുക്ക് ദൈവികമായിട്ട് വളരാൻ പറ്റത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ.